ഇതൊരു വചന പഠനമാണ്. അതിൻ്റെ ഒരു രീതിയാണ്. അതൊരു പ്രസംഗം. ഞാൻ അത്യാവശ്യം പ്രസംഗിക്കുന്ന ഒരാളുമാണെന്നറിയല്ലോ. വചന പഠനത്തിൻ്റെ നിലയിൽ വേണം ഉൾക്കൊള്ളാൻ. ഇന്ന് നമ്മൾ നേരിടുന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ വരുമ്പോൾ പറയായിരുന്നു, കുറവാണ് നമുക്കിന്ന്. കുട്ടികൾ ഇവിടെ അർത്ഥത്തിലല്ല, ഇവിടെ 2 പേർ. ഇനിയിപ്പം നമുക്ക് ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ഒന്നും ആവശ്യമില്ല. പാഴ്സനേജിൽ പാസ്റ്ററും മാത്രമേ ഉള്ളൂ. കുട്ടികൾ 2 പേർ. അവരിൽ ഒരാൾ UK യിലും ഒരാൾ US ലും ആയിരിക്കും, അല്ലെങ്കിൽ മസ്കറ്റിലായിരിക്കും, കുവൈറ്റിലായിരിക്കും. അപ്പോൾ പൊതുവെ മക്കൾ കൂടുതൽ ഉണ്ടാകുന്നത് താല്പര്യമെടുത്ത് ശാസ്ത്രപരമായൊരു ബോധം സർക്കാരുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് ദോഷകരമായ ക്രൈസ്തവർക്കിടയിലാണ്. ഞങ്ങൾ 5 പേരാണ് മാതാപിതാക്കൾക്ക്. ഞാൻ ഏറ്റവും ഇളയാളാണ്. അപ്പോൾ എനിക്കും നിങ്ങൾ കൂടുതൽ വേണമെന്നുള്ള ഒരു താല്പര്യക്കാരനായിരുന്നു. എന്നാൽ 3 കുട്ടികളെ തന്നു. വിവാഹം ഒക്കെ പോകുമ്പോൾ ഇപ്പോഴും കുട്ടികൾ കൂടുതൽ ഉണ്ടാകേണ്ടതിൻ്റെ ഒരാവശ്യകത പറയുകയും ചെയ്യണം ദൈവദാസന്മാർ. കാരണം നമ്മുടെ സമൂഹത്തിൽ, വിശേഷിച്ച് കേരളത്തിൽ, ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷം ക്രൈസ്തവർക്ക് ഇത്രയും സ്വാധീനമുള്ളൊരു സ്റ്റേറ്റില്ല. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റുകളുണ്ട്, മണിപ്പൂരും ഒക്കെ ഉണ്ട്, നാഗാലാൻഡുണ്ട്. അതിൽ വിഭിന്നമായിട്ട് സംസ്കാര സമ്പന്നമായൊരു ക്രിസ്ത്യാനിറ്റിയുള്ള സ്ഥലമാണ് കേരളം. അവിടെ ഇതര സമൂഹങ്ങളുടെ ഡെമോഗ്രാഫി അത് വർദ്ധിക്കുകയും ക്രൈസ്തവർ ോട്ട് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു അപകടകരമായ പരിണിത ഫലമായിട്ട് ഒരു പ്രശ്നം. ഇപ്പോൾ യൗവനൊരവസ്ഥയാണ്. കാരണം അവർ സ്ഥലത്തില്ല, ഉള്ളൊരു സ്ഥലത്തില്ല. അപ്പോൾ ഇവിടെയുള്ള കടകൾ, ഇവിടെയുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഒക്കെ ഏകദേശം അടഞ്ഞു കിടക്കുന്ന ഇതിലേക്ക് പോകുന്ന ഒരു അപകടമുണ്ട്. കഴിഞ്ഞാണ് ഞാൻ വരുമ്പോൾ യുവാക്കൾ ഇപ്പോൾ അവർ ഉണ്ടാവില്ല, വൈഫിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം അന്നത്തെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയി. എന്നാൽ പുതിയ കുഞ്ഞുങ്ങൾ ഒരു +2 വരെയാണ് നമ്മൾ അവർ കഴിഞ്ഞു. +2 കഴിയുന്നതോടെ ഏതാണ്ട് വീടുമായുള്ള ബന്ധം അവർ പാടെ വിച്ഛേദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാലത്ത് കൂടുതൽ ഇതം പോലെ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ഇത് പറയാനൊരു കാരണം, നമ്മളുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ വലിയൊരു ജനസംഖ്യ ഉള്ളതാണ്. പണ്ടോർത്ത് അതേതോ കുഴപ്പം ഓർത്തെ, പിന്നെ മനസ്സിലായത് ഓരോ മനുഷ്യനും റിസോഴ്സാണ്. അത് വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഇസ്രയേലാണ്. അവർ ജനിക്കുന്ന ഓരോ പൗരനും നിശ്ചിത കാലയളവ് മിലിറ്ററിയുടെ ഭാഗമാകണം. വിശേഷിച്ച് പെൺകുട്ടികൾ. സാധാരണ പെൺകുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിയാണുള്ളതെങ്കിൽ മിലിറ്ററിയിലൊക്കെ അവർ സജീവമാണ്. അവിടെ കൂടുതൽ കുട്ടികളുണ്ടാകുന്ന അമ്മമാർക്ക് അവാർഡുകൾ കൊടുക്കുന്നു ഗവൺമെൻറ്. കൂടുതൽ കുട്ടികളുള്ളതിൽ ഒരു 3ാമത്തെ കുട്ടി മുതലുള്ള പൂർണ്ണ ചിലവ്. എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക സഭയുടെ പ്രസംഗിക്കാനൊരവസരം കിട്ടി. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, അവിടെ പ്രസംഗിച്ചൊരു ഉപദേശം ഞാൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അന്നത്തെ പിതാവ് പവത്തിൽ പിതാവാണ്. അദ്ദേഹം ഈ കസേരയിൽ വെച്ചിട്ട് പറഞ്ഞു, കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു പരാജയം നമുക്ക് മക്കളില്ലാതായിരിക്കുന്നു. ദൈവദാസൻ പറഞ്ഞത് നല്ല അർത്ഥത്തിലെടുക്കണം, നല്ല നിലയിലെടുക്കണം എന്ന് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്രായേലിലെ ചരിത്രമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ
നമ്മുടെ രാജ്യം ഇപ്പോഴാണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് ആണ് മനുഷ്യന് വന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ ഇനിയുള്ളൊരു കാലത്ത് നമുക്കിങ്ങനെയും ഒരു ഗ്രോത്ത് ആവശ്യമാണ്. എങ്കിലേ ഈ ശൂന്യ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിനിവിടെ എന്തോ കുഴപ്പമില്ല. മൊത്തം പെന്തക്കോസ്ത് സഭകളുടെ സൂചിപ്പിച്ചാണ്. അത് പിണക്കമാണോ? നേരെ ദാസ്തികനായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. എന്നാൽ പിന്നീട് ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാടെന്ന് പിന്നെ മനസ്സിലായിക്കോളൂ. സന്തോഷം. നമുക്ക് കർത്താവിൻ്റെ വരവ്, സഭയുടെ ഉൽപ്രാപണം, ഉയർപ്പ്, ഇതൊക്കെ ചിന്തിക്കാനുള്ളത്. പരിമിത സമയമാണ് അതിനുള്ള. സമയം കുറവാണ്. പകൽ ടൈം കിട്ടും. നമുക്ക് 12 വരെ നല്ല സമയമാണ്. ഗഹനമായ ചില വിഷയങ്ങളാണ് പഠിക്കുന്നത്. ഇതിലുള്ളൊരു കാര്യം, ഈ ചെറിയ ചില കാഴ്ചപ്പാടിലെ വ്യത്യാസമോ നിങ്ങളുടെ ഉള്ളിൽ ചില ധാരണകളൊക്കെ ഉണ്ടാവും. അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ സഭ മഹാപീഠത്തിൽ കൂടെ കടക്കുമെന്ന് പറയുന്ന ആളാണ്. അങ്ങനെയല്ല. ദൈവക്രോധവും ജാതികളുടെ ക്രോധവും രണ്ട്. ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ ജാതികളുടെ ക്രോധമാണ്. ചർച്ചിന് ക്രോധം ബാധകമാണ്. അതാ സ്റ്റെയിൻസൊക്കെ മരിക്കുന്നത്. അത് ഊന്നിപ്പറയും. കാരണം ലോകത്ത് ധൈര്യപ്പെടണം. അത് ദൈവക്രോധമല്ല. ആ കഷ്ടം ചെറുതുമല്ല. വലിയ ഗഹനമായിലൂടെ സഭ കടക്കണം. അത് ദൈവക്രോധമല്ല. ആ ദൈവക്രോധം സഭയ്ക്കുള്ളതല്ല. ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടെ ദൈവക്രോധത്തിൽ സഭ കടക്കും എന്ന് ചിലരിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കും. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. പറയുന്ന കാര്യങ്ങൾ തിരുവഴുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വെളിപ്പാടത്തിലേക്ക് ഇന്ന് കടക്കാതെ വൈകിട്ട് നമുക്ക് ആ വഴി പോകാം. കാരണം മിഡിൽ ഈസ്റ്റിലെ ചില പുതിയ സംഭവങ്ങൾ, ഇന്ത്യ പാക്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ദിശ പോകുന്നത്. നമുക്കെങ്ങനെയാണ് പുതിയ ബന്ധങ്ങൾ അലൈൻസ് പെട്ടു വരുന്നത് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും മിക്കവാറും ചില യൂട്യൂബ് ചാനലുകൾ മിഡിൽ ഈസ്റ്റിലെ വാറ് ഒക്കെ എടുത്തിട്ട് വാക്യം ആമോസിലെയും യശയാവിലൊക്കെ എടുത്തിട്ട് കോട്ട് ചെയ്യുന്നു. അപ്പോൾ അവർ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ആരാഞ്ഞിട്ടാണ് ചർച്ച വരുന്നത്. അപ്പോൾ ഞാൻ ഈ വാക്യങ്ങളൊക്കെ ചില വിശ്വാസികളല്ല, അവർ ഹിന്ദു സഹോദരന്മാരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയും താഴെയും മുകളിലും. അപ്പോൾ അവർക്ക് വലിയൊരു അത് നിമിത്തം ഉള്ളിലെടുത്തു. അവർ തിരിച്ചും ഹൈന്ദവമായ പശ്ചാത്തലത്തിലുള്ള ഒരളവ് വരെ RSS ബോധം നിലനിർത്തുന്ന ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണോ ബൈബിൾ എന്നത് അവരെ അമ്പരപ്പിക്കുന്നൊരു നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കളായ നമ്മൾ വചനത്തിൽ അടിയുറയ്ക്കും. കർത്താവിനെക്കുറിച്ച് നല്ല ബോധ്യത്തിൽ നിൽക്കണം. നമുക്ക് നല്ല പ്രത്യാശ ഉണ്ടാവണം. നമുക്ക് ബോധ്യമുണ്ടാകണം. പണ്ട് ഇസ്രയേലിൽ ഒരു കൂട്ടം ആളുകൾ സദൂസീസ്, ഈ സാദുസീസ് അല്ലെങ്കിൽ സദൂക്യർ നല്ല മനുഷ്യരായിരുന്നു. ഈ പരീശന്മാരെയൊക്കെ അപേക്ഷിച്ച് നല്ല മനുഷ്യരായിരുന്നു. ഈ പരീശന്മാരൊരു തരം കപടഭക്തിയാണെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് കാണേണ്ടതിന് പ്രവർത്തിക്കുന്ന ആൾക്കാർ. സദൂക്യരങ്ങനല്ല. നമ്മുടെ സമൂഹത്തിൽ ദൈവം ഇല്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. നല്ല ആളുകൾ അല്ലെ പോലെ പോകാത്ത മനുഷ്യരുണ്ട്. അവരിലെ മൂല്യം ചിലപ്പോൾ നമ്മളിൽ ഉണ്ടാവില്ല. ഇതുപോലെ മൂല്യമുള്ള കുറേ മനുഷ്യരായിരുന്നു സദൂക്യർ. സമൂഹത്തിൽ ഒരു തിന്മയിൽ അവർ എന്ന് പെടൂല നിൽക്കുന്ന മനുഷ്യരായിരുന്നു. ഈ നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ നിരീശ്വരന്മാരായ ആളുകളുണ്ട്. സംഘടിത അടുത്തിടപഴകിയ നല്ല മനുഷ്യരവരാണ്. ഞാൻ ബൈബിൾ ചർച്ചകൾക്കോ ഡിബേറ്റുകൾക്കോ ഒക്കെ പോകുന്നിടത്ത് ഏറ്റവും മോശം നടത്തിയ ആളുകളുണ്ട്. മാന്യമായി ആശയപരമായ എതിർപ്പ് നിലനിൽക്കും തന്നെ ഒന്നിച്ച് വളരെ സൗഹൃദത്തിൽ ഇടപഴകുകയും വീടുകളിലെ വിവാഹത്തിനും മരണക്കും അനുശോചനമൊക്കെ പറയാൻ വളരെ ആദരവോടെ സമയം തരികയും ചെയ്യുന്ന ആളുകൾ നിരീശ്വരന്മാരാണ്. വലിയ ബഹുമാനം. അപ്പം മൂല്യങ്ങൾ ഒത്തിരിയാണ്. ഇതുപോലാണ് സദൂക്യർക്ക്. ഇത് മാത്രമല്ല, ദൈവവിശ്വാസമുണ്ട്. ഓൾമൈറ്റി സർവശക്തനിൽ വിശ്വസിക്കുന്നുണ്ട്.
പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് ദൈവം സത്യമാണ്, അത് കണ്ട്. ഇനി ഒരാൾക്ക് സംശയം തോന്നിയാലും അവൾക്ക് സദൂക്യനായിട്ടിരിക്കാൻ, ദൈവം ഇല്ല, ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഇല്ല. പക്ഷേ ഒരു കാര്യം അവർ പറയും, മരണശേഷം ഒരു ജീവിതമൊന്നുമില്ല. അതുപോലെ ദൂതൻ, ഏഞ്ചൽ അല്ലെ മാലാഖ എന്ന് പറയുന്നൊരു ഇല്ല. സകലതും തീർന്നു, ഉയർത്തെഴുന്നേൽപ്പും ഇല്ല. 3 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തത്. ദൂതനില്ല, ആത്മാവില്ല, അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതമില്ല. പിന്നെ അപ്പോൾ ഉയർപ്പില്ല, ഇല്ല, ആത്മാവില്ല, മരണാനന്തര ജീവിതമില്ല. അപ്പോൾ ഇങ്ങനെ വിശ്വസിച്ച ഈ ആളുകളെ പറ്റി അവരത് ആക്റ്റീവായിട്ട് ആകർഷണീയമായി പ്രചരിപ്പിക്കും. നല്ല നിലയിൽ അത് പറഞ്ഞ് സ്ഥാപിക്കാനറിയാം. ആ ലോജിക്കിനോട് പരീക്ഷന്മാർക്ക് കഴിയില്ല, അതിന് അവർ വെള്ളം വെച്ചിട്ട് പോകും. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവരുടെ ആ സ്വാധീനത യുവാക്കളിലാണ്. യുവാക്കൾ പെട്ടെന്ന് അട്രാക്റ്റ് ആവും. കാരണം എന്താ, അത് കുറേ സയൻറ്റിഫിക്കലാണെന്ന് തോന്നും. അപ്പോൾ ഈ അട്രാക്റ്റീവ് ആകർഷിക്കപ്പെടുന്ന യുവാക്കൾ പിന്നെ ദൈവബോധം വരണേ നല്ലൊരു പ്രായമെത്തണം. അനുഭവങ്ങൾ, രോഗങ്ങൾ, വേദനകളുടെയൊക്കെ ഒറ്റ നടുവിലാണ് നമ്മൾ ആ ഒരു തലം അപ്പോൾ കർത്താവ് പഠിപ്പിച്ചു, ഇവിടെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം. അതിനാ അവർ ഉപദേശത്തിന് പേരിട്ടാണ് പുളിച്ച മാവ്. അത് സൂക്ഷിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ഈ സദൂക്യരുടെ ഒരു പ്രായോഗിക നിലയിൽ ചിന്തിക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്. മരണാനന്തരം ഇപ്പോൾ എന്തായാലും എന്താ എന്ന് പറയുന്നവരുണ്ട്. 4-ാം അധ്യായം കഴിയുന്നതോടെ സഭ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്താണെങ്കിൽ നമുക്കെന്താ, ഇതൊക്കെ വിട്ടേക്ക്, ഇതെന്തിനു പഠിക്കുന്നത്, വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ, ബൈബിളിൽ വേറെ എത്രയോ കാര്യം കിടക്കും. അത് സീരിയസ് ആയിട്ട് ബൈബിളിനെ എടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതൊരു വലിയ അപകടമാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട്, മാറി വരേണ്ടതുണ്ട്. ഞാൻ ഈ സെഷനിൽ ഉയർപ്പ് അല്ലെങ്കിൽ റിസറക്ഷൻ എന്നൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ആമുഖമൊക്കെ വേണം. നമുക്കൊരു വചനഭാഗം വായിക്കണം. 1 Corinthians chapter 15, 1 Corinthians 15, അത് 35-36 വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി എത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. ഞാൻ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടി സംബന്ധിച്ച് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ ഒരു തിയറി, അത് ബിഗ് ബാങ് തിയറി കേട്ടിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഈ ബിഗ് ബാങ് തിയറി എൻ്റെ മലയാളമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന പദമാണ് ഈ വിസ്ഫോടനം. പൊട്ടിത്തെറിച്ചു എന്നൊരു ചിന്ത അവിടെ ഇല്ല. പൊട്ടിത്തെറിക്കുക എന്നതിനപ്പുറത്ത് അത് ഒരു ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കുക, 1 ഇഞ്ച് വലിപ്പമുണ്ട്. അത് വീർപ്പിച്ചാൽ 1 അടി അല്ലെങ്കിൽ 2 അടി കൂടുതലൊന്നും അത് വളരില്ല, വലുതാവില്ല. അത് 2 കിലോമീറ്റർ വളർന്നൊന്നും ധരിക്കുക, ചിന്തയ്ക്കപ്പുറത്താണ്. അത് 2000 കിലോമീറ്റർ വളർന്നു പൊട്ടാതെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ഒരു സൂക്ഷ്മകണം എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കാൻ കാരണം പ്രപഞ്ചത്തിന്റെ എല്ലാ ഗോളങ്ങളും നക്ഷത്രങ്ങളും അകന്നകന്നു പോകുന്നു എന്ന് ഒരു ശാസ്ത്ര സിദ്ധാന്തം കണ്ടുപിടിച്ചു. അകലുന്നു. നമ്മുടെ ഓർബിറ്റൽ ഉണ്ടല്ലോ, അത് തന്നെ ചെറിയ അളവിൽ മാറി മാറിയാണ് പോകുന്നത്.
അപ്പൊ ഇങ്ങനെ അകന്നകന്ന് പോകണമെങ്കിൽ അതിനെ റിവേഴ്സ് ഓർഡറിലാക്കി കഴിഞ്ഞാൽ അത് അടുത്തടുത്ത് വരണമെങ്കിൽ, അങ്ങനെ അടുത്തടുത്ത് വന്നാൽ പണ്ടതെല്ലാം ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് അകലുന്നത് എന്നൊരു ധാരണ. ആ ഒന്നായിരുന്ന വസ്തു എന്താണ്? അതിന്റെ പ്രൈമ കോസ് അല്ലെങ്കിൽ ആത്യന്തിക കാരണം ഒരു സൂക്ഷ്മമായ ഒരു കണം, ഒരു പാർട്ടിക്കിളാണ്. ഈ പാർട്ടിക്കിൾ സ്ഥിതികോർജത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു വലിയ സ്രോതസ്സാണ്. അത് ആ സൂക്ഷ്മകണം വളർന്നാണ് ഭൂമി, ചരാചരങ്ങൾ, സൂര്യൻ, നക്ഷത്രം ഇതെല്ലാം ഉണ്ടായി, പ്രപഞ്ചം തന്നെ ഉണ്ടായി. ഇതാണ് ആ സിദ്ധാന്തം. വാസ്തവത്തിൽ ഇത് ക്രൈസ്തവരായ സൈന്റിസ്റ്റുകൾ തന്നെ കൊണ്ടുവന്ന ഒരാശയം. ഇത് വിശദീകരിച്ചിട്ടാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം എടുത്തിട്ട് ബൈബിളിലെ സൃഷ്ടിയൊക്കെ തെറ്റാണ്. ഇവരോട് തന്നെ ചോദിക്കുക, ഇത് ആരാ കൊണ്ടുവന്ന? ജോർജ് ഗാമോഫ് ഇവരൊക്കെ കൊണ്ടുവന്ന സിദ്ധാന്തങ്ങളാണ്. അപ്പൊ തിയോളജിന്മാർ തന്നെയായി സയന്റിസ്റ്റുകൾ കൊണ്ടുവന്ന ഈ ആശയത്തിൽ എവിടെ ഉൽപ്പത്തി പുസ്തകത്തിന് അത് എതിരാകുന്നു? കാരണം ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ദൈവം ഇതിനെ സൃഷ്ടിച്ചു. അതിനെ ശരിവെക്കുന്ന തരത്തിലായി സിദ്ധാന്തം പോകുന്നത്. കാരണം ഈ സൂക്ഷ്മകണമില്ലെങ്കിൽ ഈ ബിഗ് ബാങ് ചെയ്യില്ല, ബിഗ് എക്സ്പാൻഷൻ സംഭവിക്കില്ല. ഈ സൂക്ഷ്മകണം ഉണ്ടായാൽ പോരാ, അതിന്റെ ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ട എനർജി അതെത്ര വലുതായിരിക്കണം. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഇന്ധനക്ഷമത എത്ര വലുതാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതിന് കൊടുത്ത ഈ പ്രപഞ്ചം ഇന്ന് കാണുന്ന അളവിൽ വികസിക്കാൻ വേണ്ട അത്രയും വലിയ ഇന്ധനക്ഷമത എങ്ങനെ രൂപപ്പെട്ടു? ഉണ്ടായതൊരു പദമല്ല. കാരണം എനർജി ഉണ്ടാക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ എനർജി പ്രവർത്തനക്ഷമമാണ്, കൺവേർഷൻസ് നടക്കണ്ടേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതെങ്ങനെ ഉണ്ടായി? അവിടെയാണ് ഓൾമൈറ്റിയുടെ ഇന്റർഫിയറൻസ്, സർവശക്തന്റെ ഇടപെടൽ ഇല്ലാതായി നടക്കും. കാരണം ഇത്രയും എനർജിക്ക് ഒരു സ്രോതസ് അതെങ്ങനെ ഉണ്ടാവും? അവിടെ ഒരു പരാജയം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവരും, വിശദീകരിക്കാൻ പറ്റാം. അപ്പൊ ഒരു ദൈവവിശ്വാസിക്ക് ഈ പ്രപഞ്ചം ഉണ്ടായത് മഹാസ്ഫോടനം കൊണ്ടാണെന്നോ അല്ലെന്നോ പറഞ്ഞാൽ അയാളെ ബാധിക്കുന്നില്ല. കാരണം ഗോഡ് ക്രിയേറ്റർ. ഇത് ചെന്ന് നിൽക്കുന്നത് എവിടെയാ? ഇതിന്റെ ആദ്യത്തെ കാരണം പറയുന്നില്ല, അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയുന്നില്ല, ഇത് എവിടുന്നാ തുടങ്ങുന്നതെന്ന് പറയുന്നില്ല. അതിന്റെ പിന്നിലെ എനർജിയുടെ ഇൻവെസ്റ്റ്മെന്റ് അത് എവിടുന്നാണെന്ന് പറയുന്നില്ല, പറയാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലൊരു വിഷയം, ഈ പ്രപഞ്ചഘടന ഇങ്ങനാണെന്ന് വിചാരിക്കുക. മറ്റൊരു കാര്യം കൂടെ കാണാം. ഒരു കളർ നിറച്ച കുപ്പിയിലെ വെള്ളം ഒരു വെള്ളപ്രതലത്തിൽ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ ഒഴുകിയ അതിലൊരിക്കലും ഒരു മനുഷ്യന്റെ രൂപം ഒന്നും ഉണ്ടാവില്ല. പരമാവധി കിട്ടുന്നത് ലോകരാജ്യങ്ങളുടെ ഭൂപടം പോലൊരു സാധനം ഇതിലിങ്ങനെ അല്ലെ, ഏത് കൊച്ചുകുട്ടിക്കും വരച്ചുവിടാൻ പറ്റുന്ന ഇതിൽ അവ്യക്തമായ ഒരു പടം അതിൽ. അതിന് ചിത്രമൊന്നും പറയാൻ പറ്റില്ല, അവ്യക്തമായ എന്തോ ഒരു വര. പക്ഷേ ഞാനൊരു അത്യാവശ്യം വരയ്ക്കുന്ന ആളും എഴുതുന്ന ആളും ഒക്കെയാണ്. എന്നെ തേടി വരുന്നൊരു കാലം ഉണ്ടാകുന്നുണ്ട് ഈ ഡിസൈൻ ചെയ്യും. ഇതേ നിങ്ങൾ ഈ പെയിന്റ് ഒക്കെ എഴുതി തന്നിട്ട് കുമ്പനാട് എലിഹാൾ എന്നൊക്കെ എഴുതാൻ പറഞ്ഞു. ഇപ്പൊ കൈ കളയുമായിരിക്കും, പണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നാൽ എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്നില്ലേ, ഞാനത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ അക്ഷരങ്ങളുടെ ഭംഗി അതിന്റെ അളവ് ഈ അളവനുസരിച്ച് പ്രയോഗിച്ചെങ്കിലേ വൃത്തിയുള്ള ഉദ്ദേശസഹിതമായ ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ കെമിസ്റ്റ് അമ്മയാണ്. കാരണം അമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിലെ ഇൻഗ്രീഡിയൻസ് അതെല്ലാം സത്യത്തിൽ ഒരു ലാബിനോട് ഉപമിച്ചാൽ കണക്കുകളാണ് ടേസ്റ്റ് നിർണ്ണയിക്കുന്നത്. എത്ര ചൂടാക്കണം, എത്ര കണ്ടതിൽ ഇന്ന സാധനങ്ങൾ വേണം, അതൊരു കെമിസ്റ്റിന്റെ ജോലിയാണ്. അപ്പൊ ഈ തരത്തിൽ
കണക്കുള്ള ഒരാൾക്ക് പർപ്പസ്ഫുൾ ആയിരുന്നു ഉണ്ടാക്കാൻ പറ്റും. കണക്കുകളാണ് ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം. നമ്മളൊരു വണ്ടിക്ക് പോവാണ്, എതിരെ ഒരു വണ്ടി വരികയാണ്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു കണക്കൂട്ടലാണ്, ഇന്നടുത്ത് അവൻ വരുമ്പോൾ ഇന്നടുത്ത് വെച്ച് എനിക്ക് കയറാം, അല്ലെ? അത് കണക്കാണ്. ഈ കാൽക്കുലേഷൻ ഇല്ലാതെ പർപ്പസ്ഫുൾ ആയ ഉദ്ദേശസഹിതമായ ഒന്നും ഉണ്ടാവില്ല, ഒന്നും നടക്കില്ല. അപ്പൊ പിന്നെ ക്ലാഷാണ്, ഇടിയാണ് നടക്കില്ല, പൊട്ടിത്തെറിക്കാം, നാശമാണ് സംഭവിക്കുന്നത്. നാശം വരാതെ ശിഥിലമാകാതെ ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ മാസ്റ്റർ ബ്രെയിൻ വേണം. ഈ ബിഗ് ബാങ് ഇങ്ങനെ ഇത്രയും പർപ്പസ്ഫുള്ളായ ഗോളങ്ങളെ കാണുക, ഭൂമിയെ കാണുക. ഭൂമിക്കൊരു ഉപഗ്രഹമുണ്ട് ചന്ദ്രൻ. ഇവ രണ്ടും കൂടെ സൂര്യനെ വലം വെക്കുകയാണ്. ഭൂമിക്കൊരു ചെരിവുണ്ട്. അപ്പൊ ഈ ചെരിവ് 23 ഡിഗ്രിയാണ്. 22 പാടില്ല. 22 പോയാൽ ഭൂമി ഇങ്ങനെ തണുത്തുറയും, ആർക്കും ജീവിക്കാൻ പറ്റാവരും. 23, 24 പോയി കഴിഞ്ഞാൽ ഭൂമി കത്താൻ തുടങ്ങും. ഇത്രയും കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു സംവിധാനം, ഭൂമിയുടെ മാത്രമല്ല പല കാര്യങ്ങളുണ്ട്, ഒരു സംവിധാനം ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അത് ചുമ്മാ യാദൃശ്യം പറ്റില്ല. കാൽക്കുലേറ്റഡ് ആയ ഒരാൾ, ഇത് നിസാര കാൽക്കുലേഷൻ അല്ല. നമ്മളിത് ലേണ്ട പഠിച്ച കാര്യങ്ങളല്ലേ നമ്മൾ ഈ പറയുന്നത്. പക്ഷെ ഇൻബിൽട്ട് ആയിട്ട് കാര്യങ്ങളുള്ള ഒരു ബ്രെയിൻ ഇടപെട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് രൂപീകരിക്കാൻ പറ്റും. ഇപ്പോഴാ 19 സങ്കീർത്തന അർത്ഥവത്താകുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേയെ പ്രസിദ്ധമാണ്. എന്തൊരു ആനന്ദമാണ് ആ വാക്കുകളെ, എന്തൊരു ശക്തിയാണ് ആ വാക്കുകളെ. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ആ ദൈവമഹത്വം കാണും. സ്തോത്രം. ഇതാണ് ബൈബിൾ എഴുത്തുകാർക്കൊക്കെ ഉണ്ടായ ഗുണം. ഇന്ത്യയിലെ ചിന്തകന്മാരൊക്കെ ആ കണ്ടതിനെ ദൈവം നമ്മൾ വിളിച്ചു. സൂര്യനെ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ചന്ദ്രനെ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നക്ഷത്രങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭൂമിയെ ദേവിയായി കണ്ടു. നമ്മൾ പറഞ്ഞു അല്ലല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു സർവശക്തൻ, ആ സർവശക്തന്റെ സൃഷ്ടി മാത്രമാണ്. ആ അത്രയും ബുദ്ധിപരമായ, അത്രയും വിജ്ഞാനപരമായ ചിന്തകളുടെ ശകലമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികള് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഒരു പ്രോഗ്രാം വെച്ചു. ജസ്റ്റിനൊക്കെയാണ് നമ്മുടെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. തിരുവല്ലയിലാണ് റാലിയൊക്കെ നടത്തിയിട്ട് അവിടെ പ്രിയ ഗുരു സാർ ഉണ്ടാകും, CPM അനന്തോപൻ സഖാവ്. അപ്പൊ ഞങ്ങൾ ചെന്നു. സ്റ്റാലിൻ്റെ അടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഗുരു സാറ് പ്രസംഗിച്ചതിലൊരു ചെറിയ വിയോജിപ്പുള്ളത് സ്നേഹബുദ്ധിയാൽ പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ പറയുന്നതാണ് ഈ ലോക സമസ്ത സുഖിനോഭവന്തോ, കുട്ടികൾക്കൊക്കെ അറിയാം. പരസ്യം നടത്തുന്ന വാസന്മാരൊക്കെ ഇടയ്ക്ക് പറയും ലോക സമസ്ത സുഖിനോഭവന്തോ, വസുദൈവ കുടുംബം എന്ന് പറഞ്ഞു. ഇന്ത്യക്കാരല്ല, എല്ലാ മനുഷ്യരെ ഒന്നായി കണ്ടെന്നു. ക്രിസ്ത്യാനി വന്നപ്പോൾ അവരെ എഗ്രി ചെയ്തു, അംഗീകരിച്ചു. മുസ്ലിം വന്നപ്പോൾ അവരെ ഉൾക്കൊണ്ടു. യഹൂദം വന്നപ്പോൾ അവരെ ഉൾക്കൊണ്ടു. ഇത്രയും വിശാലമായ രാജ്യമാണ് ഇന്ത്യ. അതൊക്കെ ഒരു കെട്ടുകഥയാണ്. ഇത് കച്ചവടത്തിന് വേണ്ടിയൊക്കെ നടത്തിയ പരിപാടിയാണ്, അല്ലാതെ വിശാലത കൊണ്ട് ചെയ്തതല്ല. രാജാക്കന്മാർക്ക് സ്വർണം വേണം, നമ്മൾ കുരുമുളകും കൊടുക്കും. ഈ ട്രേഡ് നടക്കാൻ വേണ്ടിയല്ല, അത് ഇന്ത്യക്കാരായി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല. തന്നെയല്ല, അവിടുന്ന് കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ വിലപിടിപ്പുള്ളതാണ്. നമ്മൾ കുരുമുളക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് കൊടുത്തിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ എത്രയോ പ്രേഷ്യസ് ആയിട്ടുള്ള സംഗതിയായി കിട്ടി. ഉപയോഗിച്ച് കളയുന്ന കുരുമുളക് വലിയ സംഭവമാണ്. അന്ന് അവർക്കത് വലിയ വിലയുള്ള സംഗതിയാണ്. പക്ഷെ എന്തും നിലനിൽക്കുന്ന വസ്തുക്കളാണ് നമ്മുടെ രാജ്യത്തിലേക്ക് കിട്ടിയത്. അല്ല വന്നവർ വെറുതെ ഫ്രീ ആയിട്ട് വന്ന് ഒന്നും കൊണ്ടുപോകില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇവിടെ നിലനിന്നിരുന്നൊരു വ്യവസ്ഥ അനുസരിച്ച് ഞാൻ ആ മന്ത്രത്തിന്റെ കഥ വിഷയം വിട്ടുപോല. ആ മന്ത്രം മുഴുവൻ കേട്ടാല് നമുക്ക് എന്റെ ഗൗരവം പിടിക്കും. സ്വസ്ത്യ പ്രജാഭ്യ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീശൻ. ഒരു രാജ്യത്തും ന്യായവും മാർഗവും അനുസരിച്ച് ഭരിച്ചാൽ, അത് കേട്ടാൽ നല്ലതാണ് നമുക്ക് തോന്നും. ഈ ന്യായവും മാർഗവും എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ ഭരണഘടനയോ ബൈബിളോ ഒന്നുമല്ല. ഭയങ്കര ഘോര പീഡനങ്ങൾ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് രാജാവ് പോവുകയും, പിന്നെ അടുത്താണ് പുസ്തകം, ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം.
പശുക്കൾക്കും ബ്രാഹ്മണനും സുഖം പകരുകയും ചെയ്താൽ ലോകസമസ്ത സുഖിനോ. ആദ്യത്തെ 3 കാര്യം വിട്ടേച്ചാണ് നമ്മൾ ലാസ്റ്റത്തെ പറയുന്നത്. പശുവിനെ സന്തോഷിപ്പിക്കണം, ബ്രാഹ്മണനെ സന്തോഷിപ്പിക്കണം. അതിലൊരു സംഭവം പറയാം. ഈ പി കൃഷ്ണനുണ്ണി എന്നു പേരുള്ള ഒരു എഴുത്തുകാരൻ, ഹിസ്റ്റോറിയനുണ്ട്. അദ്ദേഹത്തിന്റെ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ പുസ്തകം, അത് പഠിച്ച കാര്യം മനസ്സിലാവും. ഈ സർക്കാർ ഏറ്റവും അധികം പണം ചെലവഴിച്ചുകൊണ്ടിരുന്നത് പണ്ട് ബ്രാഹ്മണ സദ്യക്കാണ്. ഈ സദ്യ ഉണ്ടാക്കേണ്ടത് നായർ. അപ്പോൾ ഈ സദ്യ വട്ടം കഴിഞ്ഞ് അവശേഷിക്കുന്ന ഭക്ഷണമുണ്ട്, ഇതുപോലും പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലും കൊടുക്കരുത്. അപ്പൊ വിശന്നാളുകൾ നിന്നാൽ പോലും അത് കൊടുക്കാൻ പാടില്ല. ഇത് പശുവിന് കൊടുത്തേക്കണം. അതുപോലെ പശുവുണ്ട്. അങ്ങനെ മുറജപം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കും. അതുവഴി ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുകയും പശുവിനെ സംരക്ഷിക്കുകയും ചെയ്താൽ ലോകസമസ്ത സുഖിനോ ഭവന്തി. ആണോണ്ട് ഞാനിത് വിശദീകരിച്ചെന്ന് പറഞ്ഞു. നല്ല മനുഷ്യൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറിനെ പോലുള്ള ഞങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ബഹളമൊന്നും വെക്കല്ലോ. ഞാൻ പറഞ്ഞു, ഞാനിതെല്ലാം അംഗീകരിക്കാം. നിങ്ങളുടെ കൃതികളിൽ എവിടെയാണ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്നത്? ബൈബിളിൽ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ പരാജയമാണ്. സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാം പരാജയമാണ്. നമുക്ക് ഒത്തിരി കുഴപ്പമുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ രേഖാമൂലം നിങ്ങളുടെ ഒരു പുസ്തകത്തിൽ മനുഷ്യനെ സ്നേഹിക്കാൻ, സഹജീവിയെ സ്നേഹിക്കാൻ ഒക്കെ പറയുന്ന ഒരു ഭാഗം ഒന്ന് കാണിച്ചു തരാം. സ്ത്രീ പുരുഷ സമത്വം കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇല്ല. പുസ്തകം കാണിച്ചു തരാം. ഇല്ല. അവിടെയാണ് നമ്മുടെ ബൈബിളിന്റെ പ്രസക്തി. നമ്മളൊന്നും പ്രാവർത്തികമാക്കുന്നില്ല, നമ്മുടെ കുറ്റമാണ്. ബൈബിൾ എന്താ പഠിപ്പിച്ച് ആദ്യം മുതൽ? ഇവിടെ ശാസ്ത്രവിരുദ്ധത, ഇവിടെ ചരിത്രവിരുദ്ധത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവൻ എരിഹോവിലേക്ക് ചെന്നാണ്, അല്ലെങ്കിൽ ശിലഹോം എന്ന പേരുള്ള കുളം അവിടെ ഉണ്ടായിരുന്നു. 3-ാം നാൾ കലിയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ കാലത്ത് നീർപ്പാത്തി കനാലി കിട്ടിയ കഥ പറയും. നിങ്ങൾ ഇന്ന് എന്നാൽ ഇതൊക്കെ ഇപ്പോഴും ഇസ്രയേലിലുണ്ട്. ആകാശഗംഗ എന്ന് പറയുന്നതല്ല, കൈലാസം എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല. ലിറ്ററലി ഈ സ്ഥലങ്ങൾ അവിടെ കിടക്കുക, ചരിത്രപരമായിട്ടൊന്ന് പ്രൂവ് ചെയ്യപ്പെടുക. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പണ്ഡിതന്റെ ആവശ്യമില്ല. ബൈബിൾ വാസ്തവത്തിൽ ഒരു പണ്ഡിതന്റെ ആവശ്യമില്ല. പഠിക്കാം, കുട്ടിക്കും മനസ്സിലാകും. ഒരു 100% കാര്യങ്ങളിൽ 10% നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ബൈബിൾ അധ്യാപകരെ നിയമിച്ചിരിക്കുന്നത്. ബാക്കി 90% മനസ്സിലാക്കാൻ എന്താ പാട്? അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഗ്രന്ഥത്തിൽ സൃഷ്ടിയെ പറ്റി പറഞ്ഞാല് നമുക്ക് ഉയർപ്പൊക്കെ പറയാൻ പറ്റും. അതിനു വേണ്ടിയാണ്. മനസ്സിലാകും? മുഷീന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സഹോദരിമാര് വലിയൊരു വിടുതൽ പ്രതീക്ഷിച്ചാ വന്നത്. വിടുതലൊക്കെ നടക്കും, അത് ചിരുന്നാണ്. അപ്പോൾ സൃഷ്ടിയെ പറ്റിയുള്ള ഉൽപ്പത്തിയുടെ വിശകലനം തന്നെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം. ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ വീക്ഷണം അനുസരിച്ച് 4-5 കാര്യങ്ങളുണ്ട്. അത് അത്യാവശ്യം എന്ന് പറഞ്ഞോ, ഞാൻ സയൻസ് ഗ്രാജുവേറ്റ് അല്ല. അപ്പോ ഒന്ന് എനർജി, അത് ലാസ്റ്റ് കിട്ടും. ആദ്യം എടുക്കേണ്ടത് ടൈമാണ്. രണ്ട് മാറ്ററാണ്. ടൈമിന് സമയം അല്ലേ? സമയം. മാറ്ററിന് പദാർത്ഥം, പിന്നെ സ്പേസ് അല്ലേ? പിന്നെയുള്ളത് എനർജി അല്ലേ? ഇത്രയും കാര്യം. ഇപ്പൊ പ്ലാസ്മയൊക്കെ കൂട്ടുന്നുണ്ട്, അത് പോകട്ടെ. നമുക്ക് ഈ 4 കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം, സ്പേസ്, മാറ്റർ, എനർജി. ഫിസിക്സ് ഇതാണ്, ഭൗതിക ശാസ്ത്രം അതാണ്. കെമിസ്ട്രിയുടെ പ്രാക്ടിക്കലിന്റെ പേരാണ് ഫിസിക്സ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും അവിടെ മാത്രം ഇരിക്കുകയാണെങ്കിൽ അത് കെമിസ്ട്രി ആവും. അത് മിക്സ് ചെയ്ത് വെള്ളമായ ഫിസിക്സ് ആവും അല്ലേ? അങ്ങനെയല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കെമിസ്ട്രി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതാണ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം. അങ്ങനെ നമ്മൾ പറഞ്ഞ മെറ്റാഫിസിക്സ്, ഫിസിക്സിന് അതീന്ദ്രിയമായ ഒന്നാണ് ഉയർപ്പ്. പക്ഷെ അത് ഫിസിക്സ് റിലേറ്റഡ്, ഭൗതിക ശാസ്ത്ര ബന്ധമുള്ളതാണ്. സ്തോത്രം. ഞാനിത് അല്പം കഴിയുമ്പോൾ ലളിതമായി പറയും കേട്ടോ, പ്രശ്നമില്ല. കുട്ടികളുള്ളതുകൊണ്ട് അവർക്കൂടെ മനസ്സിലാകുമെന്ന് പറഞ്ഞു എന്നുള്ളൂ.
വെൽ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ട്. ഓൺലൈനിലൂടെ പോകുന്നുണ്ട്. പിന്നെ ആരും കേൾക്കട്ടെ. സ്തോത്രം. പിന്നെ അച്ഛൻ നല്ല ഫാസ്റ്റ് നമ്പറിൽ ഗോൾ അടിക്കുന്ന ആളാണ്, എനിക്കറിയാം. ബൈബിൾ വായന കേട്ടാൽ മതി. ഒരു കാലത്ത് ഞങ്ങളുടെ കോളേജിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ബൈബിൾ വായനയുടെ ആളാണ്. കൺവെൻഷൻ വന്നാൽ ഈ പ്രസംഗരെ വിളിച്ചോണ്ട് പോകുന്ന പോലെ വായിക്കാൻ കൊണ്ടുപോകും. രാമായണം വായിക്കാൻ നമ്മൾ ആളെ കൊണ്ടുവന്ന് പറഞ്ഞുണ്ട്. അപ്പൊ നമ്മുടെ കുറവുകളൊക്കെ നിർത്തി കൊടുക്കുന്നുണ്ട്. മൈക്കിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ഒരാവശ്യമില്ല. അപ്പോൾ മൈക്കില്ല അല്ല, ക്ലാസ് മൈക്കൊന്നും വേണ്ടെന്ന് പറയാം. ആണോ? അപ്പോ ഈ ഒന്നാമത്തെ ടൈം എന്താ ഈ സമയം എന്ന് പറയുന്നത്? സമയം ഒരു നിർവചനം പറയാമോ? സമയം വാസ്തവത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പൂരിപ്പിക്കാൻ പറ്റുമെങ്കിൽ സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നതെന്തോ അതാണ് സമയം. സംഭവം നടന്നെങ്കിലേ സമയം പറയാൻ പറ്റും. സംഭവം ഇല്ലെങ്കിൽ സമയം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതൊരു സംഭവത്തിൽ നിന്നാണ് സമയം തുടങ്ങുന്നത്. ഉദാഹരണം ആദ്യം അതൊരു സമയമാണ്. ആദിയിൽ ദൈവം ശരിക്കും പരിഭാഷ സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ആകാശം ഭൂമിയല്ല. എബ്രാസാറിന്റെ 7 പ്രദേശത്തിലേക്ക് അത് കൃത്യം കൊടുത്തിട്ടുണ്ട്. ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ കറക്റ്റാണ്. ഇൻ ദ ബിഗിനിംഗ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഹെവൻസ് അപ്പൊ സ്വർഗങ്ങൾ ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ ആ സൃഷ്ടിച്ച സമയത്തിനാണ് നമ്മൾ ആദ്യം, അതാ ബിഗിനിങ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ ഡോട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു വരയിട്ട് അങ്ങോട്ട് പോവാണ്. ആ വഴിക്ക് ദിവസങ്ങൾ ഉണ്ടാകുന്നു. ആ വഴിക്ക് കുറെ കഴിഞ്ഞ് മനുഷ്യനുണ്ടാകുന്നു. ആ വഴിക്ക് ആദമിന്റെ മക്കള്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നോഹ, അബ്രഹാം, പിന്നെ ഇങ്ങനെ വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് വരെ നമുക്ക് ഈ വരയിട്ട് ഇങ്ങനെ ശാഖകൾ വരച്ച് 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 ആ വരയൊക്കെ കിടക്കും അല്ലേ? അങ്ങനെ ആ പോക്കിൽ നമ്മൾ അവസാനം ചെല്ലുന്ന സ്ഥലമാണ് നമ്മുടെ നിത്യത. ഭൗതികവാദിക്ക് ഇവിടെ വരെയുള്ള മരണം വരെ ഒന്ന് തീർന്നു. കാരണം ഭൗതികവാദത്തിന്റെ വീക്ഷണം അനുസരിച്ച് ആദം മരിക്കുന്നത് തീർന്നു, അല്ലെങ്കിൽ ദാവീദ് മരിക്കുന്നത് തീർന്നു. അതെല്ലാം തീർന്നു വരുമ്പോ നമ്മൾ ഈ വര നേരെ വീണ്ടും വിടുകയാണെന്ന് പോകും. എന്നാലും അതെവിടെ ചെല്ലണം അല്ലേ? അത് ചെല്ലണം. എവിടെ ചെല്ലും? ഈ സംശയം വരുമ്പോ ഒരു ചോദ്യം. അപ്പൊ ഈ വര നമ്മൾ തുടങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ പുറകിൽ എന്തായിരിക്കും? അതിന്റെ പുറകിൽ ആ ചോദ്യം വരും. ആ ചോദ്യം ചോദിക്കാതെ തന്നെ മോശം ഉത്തരം പറയുന്നു. അതെവിടെ? 90 സങ്കീർത്തനത്തിൽ കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിനും മുമ്പ്. അവിടേക്ക് ഇറങ്ങി പുറകോട്ടുള്ള യാത്ര. വീണ്ടും കർത്താവ് പൂരിപ്പിക്കുന്ന ഒരു ഭാഗം യോഹന്നാൻ 17 4 വാക്യത്തിൽ ഇങ്ങനെ: പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വം അത് ഉപേക്ഷിച്ചിട്ടാണ് താണ ലോകത്തിലേക്ക് വന്നത് അല്ലെ? വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ആദമ്യ കുലത്തിൽ കൂടി ദാവീദ് കുലത്തിൽ കൂടി വന്ന് യോസേഫിന്റെ മകനായി ജനിക്കുന്നത്. പുറകെ കിടക്കുക, ആദമിന് പുറകില്ല. അവിടേക്ക് എന്നെ കൈകൊണ്ടു. കർത്താവ് ഇപ്പൊ ഇരിക്കുന്ന എവിടാ? പിതാവിന്റെ വലതു ഭാഗത്ത്. നമ്മളെ ചേർക്കുന്ന എവിടാ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങോട്ടാ പോയത്, പക്ഷെ കർത്താവിന്റെ പുറകിൽ അല്ലേ? സമയത്തിന്റെ ആയാലും മനസ്സിലായില്ലേ പ്രശ്നം? അപ്പൊ ഒരു വഴിയുള്ളൂ. നമുക്ക് ഈ നേരെയുള്ള വര ഒരു വൃത്തമായിട്ടിട്ട് നോക്കി. ഒരു വൃത്തമായിട്ടിട്ടാൽ ആ വൃത്തത്തിൽ എവിടെയും നമുക്ക് ഈ ഡോട്ട് ഇട്ട് തുടങ്ങാം. 31 ചേർക്കാം, തിരിച്ച് പുറകിൽ വരും. അപ്പൊ സമയം എന്നത് ഒരു സങ്കല്പമാണ് വാസ്തവത്തിൽ. എന്നോട് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം 33 പ്രകാശവർഷമൊക്കെയാണ്. പ്രകാശവർഷം കുഞ്ഞുങ്ങൾക്കറിയാം. ഒരു സെക്കൻഡ് കൊണ്ട് സൂര്യപ്രകാശം മുന്നിലെത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ
ഒരാള് ഈ 3,33,000 പ്രകാശ വർഷ അകലെകൾ ഏറ്റവും അടുത്തതാണ്. അവിടേക്ക് ഒരു മനുഷ്യൻ ആ വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പൊ നമ്മുടെ കാലത്ത് 33 വർഷം മതി. 33 വർഷം സങ്കല്പമാണ്. അങ്ങോട്ട് പോകാൻ 33 വർഷം, ഇങ്ങോട്ട് പോകാൻ 33 വർഷം. അപ്പൊ 66. ഇയാള് പോയിട്ട് വന്നു. പോയിട്ട് വരുമ്പോ ഇയാളുടെ മകൻ 6 വയസ്സുണ്ടെന്ന് നോക്കുക. അവനിപ്പോ 72 വയസ്സായി. കാരണം 33 അങ്ങോട്ട് 33 ഇങ്ങോട്ട്. ഇവന് 72 വയസ്സായി. ഇയാൾക്ക് കാര്യമായി മാറ്റം സ്പീഡ് കാരണം. അയാള് ഇവിടെ കണ്ട 1ാം ക്ലാസ്സുകാരൻ ഇപ്പൊ എത്ര വയസ്സായി? 72. ഇയാൾക്കൊരു മാറ്റമില്ല. ഈ പോയ പോലെ വന്നിട്ടുണ്ട്. എന്താ കാര്യം? സമയം ഗോളങ്ങൾക്കനുസൃതമായി സ്ഥലത്തിനനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുക. നമ്മൾ അടുത്ത കാലത്ത് ഇത് കൂടുതൽ വന്നു. നമ്മുടെ സൗകര്യ പോയി കുടുങ്ങിയില്ല. അപ്പോ ഇതാണ് സമയം. സമയം നമുക്കൊരു പറയാൻ പറ്റില്ല. ഒരു കൺഫ്യൂഷൻ പോലെ വന്നല്ലേ? ആ കൺഫ്യൂഷൻ നമ്മുടെ എല്ലാ സമയത്തിന്റെയാണ്. അങ്ങനെയാണത്. പക്ഷേ പിന്നെ അടുത്തത് പദാർത്ഥമാണ്. ഉൽപ്പത്തി തുടങ്ങുന്നത് സമയം പറഞ്ഞുകൊണ്ട് ആദ്യം. അടുത്തത് മാറ്റമുണ്ടായി. ഭൂമി സ്പർശന വിധേയമായ ഒന്നുണ്ടായി. സ്പർശന വിധേയമായ ഒന്നുണ്ടായി. കുറേ വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അടുത്തത് സ്പേസ് ഉണ്ടായി. അടുത്തൊരു പദമുണ്ട്, സൃഷ്ടിച്ചു. എനർജി ഉണ്ടായി. അപ്പൊ ശാസ്ത്രം പറയാത്ത ഒരു കാര്യം കൂടെ ഇവിടെ വരുന്നുള്ളൂ, ദൈവം. ഔദ്യോഗിക ശാസ്ത്രം പറയുന്നു ടൈം വേണം, മാറ്റർ വേണം, സ്പേസ് വേണം, എനർജി വേണം. ഉൽപ്പത്തിയിലെ ആദ്യ വാക്യത്തിൽ ഇത് 4. അവര് പറയാത്തതെന്ന് കൂടി പറഞ്ഞു, ദൈവം, സൃഷ്ടാവ് ദൈവമാണ്. അപ്പൊ സൃഷ്ടാവ് ദൈവമെങ്കിൽ ആ സൃഷ്ടിക്ക് അതിന്റെ ഒരു പെർഫെക്ഷൻ. നല്ല സൃഷ്ടിക്ക് ആ സൃഷ്ടാവ് ഒരു പെർഫെക്ഷൻ, അനിവാര്യമായ പെർഫെക്ഷൻ അത് കൊടുത്താൽ മതി. അനിവാര്യമായി അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ ദൈവദർശനം നഷ്ടപ്പെടുത്തിയപ്പോൾ ആ പെർഫെക്ഷൻ നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ അപൂർണരായ നമ്മളെ പൂർണ്ണരാക്കാൻ വേണ്ടിയാണ് റിസറക്ഷൻ. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. സത്യത്തിൽ എന്തിനാണ് നമ്മുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന, ആത്മീയ ജീവിതം ചോദിച്ചാൽ ലളിതമായിട്ട് ഉത്തരം പറയും. ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് നമുക്കിതെല്ലാം വേണം. പരിമിതികളെ ഓവർകം ചെയ്യണം, അതിജീവിക്കണം. പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കും പറക്കാൻ സാധിക്കുന്നില്ല, ചിറകില്ല. നിങ്ങൾക്കും എനിക്കും മറ്റൊരു ലോകത്ത് സമയപരിമിതമായി എത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്കും എനിക്കും രോഗത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. മരുന്നുകൾ പര്യാപ്തമല്ല. ഇതൊക്കെ കുറെ പ്രയോജനപ്രദമാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതൊന്നും പ്രയോജനപ്രദമല്ലാതെ വരുമ്പോൾ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ആവശ്യമാണ് ഇതിനെ അതിജീവിക്കണം. ഈ അതിജീവനത്തിന്റെ വഴിയാണ് വിയർപ്പ്. മനസ്സിലായില്ലോ? ബൈബിൾ അത് കൃത്യ പറയുന്നത്. ഫിലോസഫിക്കലാണത്. കാരണം എന്താ? എനിക്ക് ഈ ശരീരം പോരാ, ഈ കണ്ണുകൾ പോരാ, ഈ ആരോഗ്യം പോരാ. എനിക്ക് നിങ്ങൾക്കും പരിമിതിയുണ്ട്, രോഗമുണ്ട്. മാത്രമല്ല മനുഷ്യൻ ഭയക്കുന്ന ഭയാനകമായ മരണമുണ്ട്. ആ മരണത്തെ അതിജീവിക്കണം, രോഗത്തെ അതിജീവിക്കണം, വേദനയെ അതിജീവിക്കുന്ന ഒരു പെർഫെക്ഷൻ എന്റെ റൈറ്റാണ്. ആ അവകാശത്തിന് വേണ്ടി ശാസ്ത്രം കുറെ പണിയെടുക്കുന്നു. കുറെയൊക്കെ എനിക്ക് കിട്ടുന്നു. എനിക്കതിന്റെ സമ്പൂർണതയിലെത്താം. എന്റെ പരിമിതികൾ മറികടക്കാൻ ഞാൻ സൃഷ്ടാവിൽ അഭയം പ്രാപിക്കുന്നു. ആ സൃഷ്ടാവിന്റെ വാക്കുകളുടെ വാഗ്ദത്തമാണ് ഈ തിരുവെഴുത്ത്. അതിൽ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചിന്തയാണ് ഉയർപ്പ്. അപ്പൊ ആ ഉയർപ്പ് നിരാകരിക്കുന്ന സദൂക്യരെ നോക്കി കർത്താവ് പഠിപ്പിച്ചു. അത് പുളിച്ച മാവാണ്. അവരുടെ ചിന്തകൾ പുളിപ്പിച്ച് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നതാണ്, ചിന്താപദ്ധതിയെ നശിപ്പിക്കുന്നതാണ്. മനുഷ്യ ജീവിതം ഉദ്ദേശസഹിതമാകണമെങ്കിൽ അതിന് ഉയർപ്പ് എന്ന ആ യഥാർത്ഥ കടമ്പയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല വിശുദ്ധ ബൈബിളിലെ ഒരു ചാപ്റ്റർ തന്നെ ഉയർപ്പാണ്. കണ്ടു പറയാനുണ്ട്, റിസറക്ഷൻ ചാപ്റ്റർ ഓഫ് ബൈബിൾ. അത് ചോദിച്ചാൽ മറക്കണ്ട. 1 Corinthians 15 അധ്യായം നമ്മൾ വായിച്ചു.
ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 എന്ന് പറയുന്നത് റിസറക്ഷൻ ചാപ്റ്ററാണ്. ഇനി ഞാൻ നേരെ ആ അധ്യായത്തിലേക്ക് വരും. അതിന് കാരണം ഈ പൗലോസ്ലീഹയുടെ വളരെ ഗണ്യമായ ചില സംഭാവനകൾ നമുക്ക് കിട്ടിയ ഒരു പുസ്തകമാണ് കൊരിന്ത്യ ലേഖനം. മിക്ക ലേഖനവും അങ്ങനെ തന്നെയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ റിലേറ്റഡ് ടു ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുശാസ്ത്ര സംബന്ധിയാണ്. റോമാലേഖനം പാപത്തെ അതിജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥാവിശേഷങ്ങളെ പറ്റിയാണ്. അവന്റെ പാപത്തെ ദൈവം എങ്ങനെയാണ് നീതീകരിക്കുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം. കൊരിന്ത്യ ലേഖനത്തിന്റെ പ്രത്യേകത അവിടെ നിന്ന് തുടങ്ങിയെങ്കിലേ ഇക്കാര്യം നമുക്ക് വ്യക്തതയോടെ ചിന്തിക്കാൻ പറ്റും. ഈ കൊരിന്ത് ഒരു സമ്പന്ന നഗരമായി. പുരാതന ലോകത്ത് ചില സമ്പന്ന നഗരങ്ങൾ ഉണ്ടായി. ബൈബിളിൽ പറയും. ഒരെണ്ണം കൊരിന്ത്, മറ്റൊരെണ്ണം എഫസോസ്, പിന്നൊരെണ്ണമാണ് സോർ, ടയർ എന്നൊക്കെ നമ്മളോട് ഇരിക്കുന്നത്. അത് ഈ കൊരിന്ത് ഒരു സമ്പന്ന നഗരമാണെന്ന് മാത്രമല്ല, ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അല്ലെങ്കിലും എല്ലാ വലിയ നഗരങ്ങളിലും അവിടുത്തുകാരല്ല, വന്നു പാർക്കുന്നവരുടെ കയ്യിലാണ് ഈ ടൗൺ. തിരുവല്ലയൊക്കെ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? ചെറിയ ടൗണാണെങ്കിലും വന്നു പാർക്കുന്നവരാണ് കൂടുതൽ. ഞാൻ ഇന്നലെ റാന്നി വഴി പോയി പുറത്തു. അവിടെ തമിഴന്മാര് ഇപ്പൊ സമ്പന്നരായി മാറി. പണ്ട് ഈ തുണിയൊക്കെ വിൽക്കാൻ വീടുകളിൽ വന്ന മനുഷ്യരാണ്. അവരവിടെ വന്ന് സെറ്റിലായി. നിരവധി കുടുംബങ്ങളുണ്ട്. തമിഴർക്ക് വോട്ടെടുത്താൽ 10,000 വോട്ടുണ്ട് പലയിടത്ത്. ടൗണ് ഓരോന്ന് ഓർത്ത് നോക്കുക. ഞങ്ങള് ഒരു കണക്കെടുത്തിട്ട് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ഒരു ടൗൺ ചെങ്ങന്നൂർ മാത്രം. അവിടെ ഉള്ള ടൗൺ എടുത്താൽ ഓർത്തഡോക്സുകാർക്കും പിന്നെ അസംബ്ലി സ്കൂളിലെ കുറെ സൗകര്യങ്ങൾക്ക് കടകളുണ്ട്. ഒരു പഠനത്തിന് വേണ്ടി എടുത്തതാണ്. ഈ ടൗണുകൾ ഓരോന്ന് എങ്ങനെയാണ് നഷ്ടം വരുന്നത്, കടകമ്പോളങ്ങൾ പൊട്ടിപ്പോകുന്നു. അതിന്റെ രണ്ട് കാര്യമാണ്. ഒന്നും പുറകിൽ ആളില്ല കൊണ്ടടക്കാൻ. രണ്ട്, ആധുനികതയോട് ചേർന്ന് നിൽക്കുന്നില്ല. ആധുനികതയോട് ചേർന്ന് നിൽക്കുന്നില്ല. ആ കടയിൽ ആരും കയറുന്നില്ല. സ്റ്റാഫിനെയൊക്കെ ആണെങ്കിൽ ട്രെയിൻഡ് അല്ലെങ്കിൽ പുതിയ തലമുറ ആരും അവിടെ കയറില്ല. അപ്പൊ അതിനോട് മറ്റു കമ്മ്യൂണിറ്റികൾ ചേർന്ന് ഈ ടൗൺ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഷയത്തെ പറ്റി മിക്കവാറും ടൗണുകളെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ഒരു ഇതുപോലെയാണ്. തദ്ദേശവാസികൾ അവിടെ ഇല്ല, വന്നു പാർക്കുന്നവരാണ് പലതരം മനുഷ്യർ. അതിന് ഗുണമുണ്ട്, ദോഷം. ഗുണം, ഒരു സിൻക്രറ്റിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യും, എല്ലാം കൂടിക്കൊണ്ടുള്ളൊരു വ്യത്യസ്ത സംസ്കാരം. ദോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാഭക്കൊതി മാത്രമേ ഉള്ളൂ, മൂല്യങ്ങൾ നശിക്കും. കാരണം പഴയ കുറെ മനുഷ്യർ കുമ്പനാട് കടയുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നടുത്ത് ഇന്ന അച്ഛൻ്റെ മോനായിരിക്കും. അച്ഛൻ പറയും ഇന്ന ആളിന്റെ മോൻ അപ്പുറത്ത് നടത്തും. അവനെ കുറിച്ചൊരു ആകാംക്ഷ. നിനക്ക് വല്ലതും നന്മയുണ്ടോ? പപ്പാടെ കാലം മുതലേ നമ്മൾ സഹകരിച്ചു വരെ എന്തെങ്കിലും കൊണ്ട് പറയണം. ഇതിപ്പോ ഇന്നത് അറിയേണ്ട കാര്യമില്ല, അവനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല. അയാൾ വരുന്നു, നമുക്ക് കോമ്പറ്റീഷനാണ്. കൊരിന്തിങ്ങനെ ഒരു സ്ഥലം. മാത്രമല്ല, ലാഭം മാത്രം ലക്ഷ്യമിട്ട ആ സ്ഥലത്തേക്ക് മത്സരം മുറുകുന്നത് ഉൽപ്പന്നത്തിന്റെ വില കൂടി. അങ്ങനെ ഒരു കടയുള്ളെങ്കിൽ അവൻ പറയുന്ന വില 10 കട ഇരുന്ന് നമുക്ക് ബാർഗൻ ചെയ്യാം. ഏതൊരു കാര്യം എങ്ങനെയാണ്? അതാണ് റിലയൻസും അംബാനിയൊക്കെ കട തുടങ്ങുന്നത് നല്ലതാണ്. കാരണം എന്താ, അടുത്ത കടയും കൂടെ വരും. അത് നമ്മുടെ നാട്ടിൽ പറ്റിയ ഏറ്റവും വലിയൊരു അപകടമാണ്. അംബാനി വരുന്നു, അദാനി വരുന്നു, അവർ സീപോർട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടെ കുറെ കടലിന്റെ തീരവും മനോഹാരിതയും കണ്ടിട്ട് പോന്നാൽ കാര്യം നടക്കുകയില്ല. അദാനി വന്നാലേ കടയുണ്ടാവും. ടാറ്റ വന്നെങ്കിലേ ഞങ്ങളൊക്കെ എസ്റ്റേറ്റ് ജീവനക്കാരാണ്. ജോലി കിട്ടണ്ടേ മനുഷ്യന്? നമ്മളാരണ്ട് നോക്കിയാൽ ഈ സ്ഥലമെല്ലാം പ്ലാൻ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കൃഷി എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ പാശ്ചാത്യമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ച 2 വാഴ നട്ടു വെച്ച് കൃഷി ചെയ്യാതുകൊണ്ട് കാര്യമില്ല. കൃഷിക്ക് ശാസ്ത്രീയ അടിത്തറ കൊടുത്താരാ? ടാറ്റയൊക്കെയാണ് വലിയ കമ്പനികൾ. ടാറ്റ പഠിച്ചു തന്നെ അവരിൽ നിന്നാണ്. അപ്പോൾ ഹൈറേഞ്ചിലൊക്കെ ഉള്ള ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബർ തോട്ടങ്ങൾ. അവിടെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക, അവിടെ ആശുപത്രി ഉണ്ടാക്കുക, അവിടെ സ്കൂൾ ഉണ്ടാക്കുക, അവിടെ തൊഴിലാളികളെ കൊണ്ട് പാർപ്പിക്കുക. ഈ കൺസെപ്റ്റ് പാശ്ചാത്യമാണ്. ഇല്ല, നമ്മുടെ ഇരുന്ന് എങ്ങനെ ഇരുന്നേനെ? നിങ്ങളെന്ന് ആലോചിക്കുക. ഒരു മലയാളി ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇപ്പൊ പറ്റും, ഇപ്പോഴൊക്കെ പഠിച്ചു. പണ്ട് നടക്കില്ല. അപ്പൊ ഇത് പ്രൈവറ്റൈസ് ചെയ്തെങ്കിലേ ഒരു രാജ്യത്ത് മത്സരം വരുത്തും. മത്സര കമ്പോളത്തിലെ നല്ല ഉൽപ്പന്നം വില കുറച്ച് കിട്ടും. കാരണം അവിടെ നമ്മളോട് സോപ്പിട്ട് തന്നില്ലെങ്കിൽ നമ്മളടുത്ത് കടയിൽ പോകും. മറ്റേ കുറെ വേണേ മതി, നിനക്ക് വേണേ മതി എന്ന് പറയുന്ന ആ ചിന്ത അത് മാറണം. ആ കൊരിന്തങ്ങനെയായിരുന്നു. അവിടെ മത്സരമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ ചൂതുകളി ശക്തമായി.
ചൂതുകളി, ചീട്ടുകളിൽ ഒരു മറ്റൊരു രൂപമാണ്. ഇതെല്ലാം ശക്തമാണ്. മറ്റു തരത്തിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ വളരെ ശക്തിപ്പെട്ടപ്പോഴേക്ക് കൊരിന്ത് ചിന്തിക്കാനപ്പുറത്തെ സമ്പന്നനാണ്. ആക്ച്വലി കൊരിന്ത് കൊണ്ട് ഒരു ഉപഗ്രഹ നഗരമായി. അകായിലേക്കും ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ വരുന്ന ആളുകൾ ഇടത്താവളം പോലെ കണ്ട സ്ഥലമാണ്. ഇതൊക്കെ ഡെവലപ്പായി. അപ്പോ ഇവിടെ ചർച്ച ഉണ്ടായി. ഒരു ചർച്ച എപ്പോഴും ഒരു നാടിന്റെ പരിച്ഛേദമാണ്. ആ നാടിന്റെ കുറവുകളും ശരികളും അതിൽ വരും. കുമ്പഴാനുള്ള ഈ പരിസരത്തുള്ള ഒരു 10-15 കിലോമീറ്റർ റേഡിയസിലെ ദൈവമക്കൾ അവിടെ കൂടുന്നുണ്ട്. ഈ നാടിന്റെ ശരിയും ദോഷവും ഗുണവുമല്ല നമ്മളിലുണ്ടാവും. അപ്പൊ അത് ഇവിടെ വരുന്നതിനാണ് അത് തേഞ്ഞുരഞ്ഞ് നമ്മുടെ ചില കുറവുകൾ മാറാനും നല്ലതൊന്നും എടുക്കാനുമാണ് ഇത് വരുന്നത്. പ്രസംഗത്തിലൂടെ, സഹോദരന്മാരുടെ ഇടപാടുകളിലൂടെ നമുക്ക് നല്ല സംസ്കാരത്തെ ഇവിടെ നിന്ന് എടുക്കണം. നമ്മളിലുള്ള തിന്മകൾ മാഞ്ഞു പോകണം. കൊരിന്തിലെ ചർച്ചും അങ്ങനെ ആയിരുന്നു ആദ്യകാലം. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഈ ചർച്ച് അനുഗ്രഹിക്കപ്പെട്ടു. ചർച്ചില് അതിശക്തമായ കൃപാവരം ഒക്കെ രൂപപ്പെട്ടു. പക്ഷെ ചർച്ചിന്റെ മറുവശത്ത് ഒത്തിരി അധപ്പതനത്തിലേക്ക് പോയി. അധപ്പതനത്തിന്റെ ആഴങ്ങളിലേക്ക് അത് പോയി. ഇവിടെ വന്ന് ആരും ഒരു ശരി പറയാൻ തയ്യാറാവുന്നില്ല. അതിനോട് വന്ന ആളുകൾ അപ്പല്ലോസ് ആകട്ടെ, പൗലൂസ് ആകട്ടെ, പത്രോസ് ആകട്ടെ, ഇവരെല്ലാം വന്ന് ഉള്ള സിസ്റ്റത്തെ ഉടച്ചു വാർത്താൻ പ്രശ്നമാകും. അതേ വഴി നിൽക്കട്ടെ. ഇങ്ങനെ പോകും. എപ്പോഴും ഓർക്കേണ്ടത്, ജീവിതത്തിൽ നമ്മൾ അഭിപ്രായങ്ങളുള്ള മനുഷ്യരല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടി വരും. ക്ഷമിക്കണം. ഒരു കമ്മിറ്റിയിലൊക്കെ കുറെ വാചാലമായ ഒരാളെത്തി ഒച്ചപ്പാടൊക്കെ എടുത്ത് സംസാരിച്ചാൽ അത് കുറ്റമല്ല. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. മിണ്ടാതിരിക്കുന്ന ആളുകളാണ് ഒരു പൊതുസമൂഹത്തിലെ അപകടകാരികൾ. നിങ്ങളെ അവിടെ ആക്കുന്ന മിണ്ടാനാണ്, സംസാരിക്കാനാണ്. ഞാനിത് ഞാനും മാധ്യമപ്രവർത്തനാണെന്ന് പറഞ്ഞു നമുക്കറിയാത്ത എത്ര ചില നിർണായക കാര്യം വരുമ്പോ കൗൺസിലങ്ങൾ പലരും സ്ഥലം വിട്ടൊക്കെ പോവാ. അഭിപ്രായം പറഞ്ഞാൽ ഇന്ന കാര്യമാണല്ലോ പറഞ്ഞതെന്ന് മറ്റേ ആൾ കേൾക്കരുത്. അതുകൊണ്ട് ഞാനങ്ങ് പോവാ. അഭിപ്രായം പറയുന്നില്ല. മിണ്ടാ പോകുന്നത് നല്ലതാണെങ്കിലും അവസാനം പൊട്ടിത്തെറിക്കേണ്ടി വരും. ഇത് ഹൃദയത്തിരിക്കണ്ട. എന്റെ അഭിപ്രായം അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ ഇതാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ചർച്ച അല്ലെങ്കിൽ ഇരുന്നിരുന്നിരുന്നിന് നീറും. അത് വലിയ റിസൾട്ട് ഉത്പാദിപ്പിക്കും. അപ്പൊ ഇത് ഹൃദയത്തിൽ ഇരിക്കുന്നത് നല്ലൊരു ഭാഷയിൽ മാന്യമായ വിധത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനാധിപത്യത്തെ ബഹുമാനിക്കണം. എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നതിൽ അപകടമുണ്ട്. കാരണം ജനാധിപത്യത്തെ വല്ലാതെ ബഹുമാനിച്ച ഒരാളായിരുന്നു നമ്മുടെ അഹരോൻ. എന്തുവാ, കാളക്കുട്ടി ഉണ്ടാക്കാൻ കൗൺസിലെല്ലാം കൂടെ തീരുമാനിച്ചു. ഞാനങ്ങ് ഉണ്ടാക്കി. മനസ്സിലായി? കമ്മിറ്റിയുടെ തീരുമാനമാണ്, മൊത്തം പൊതുവോ തീരുമാനമാണ് കാളക്കുട്ടി. അതിപ്പോ എല്ലാരും പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി. കണ്ടോ, ലീഡർമാർ എപ്പോഴും കൈ കഴുകിയേ നിൽക്കുള്ളൂ. നമുക്കറിയാത്തൊരു കാര്യമാണ്. പുള്ളി ആരും വെട്ടിയോ, വാളൂരി വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അകലോട്ട് വെട്ടി കിട്ടി. എപ്പോഴും ഓർക്കേണ്ടത് ലീഡർമാര് തലകുരിയെ നിൽക്കുള്ളൂ. അടിക്കാന്റെ കാര്യം ഞാനീ പറഞ്ഞു. നേരിട്ട് പറയുമ്പോ കാര്യം മനസ്സിലായി അല്ലേ? നമ്മൾ ട്രഷറാണ്, അതുകൊണ്ട് പറഞ്ഞ ഇങ്ങനെ തലകുരിയെ നിൽക്കുള്ളൂ. കാരണം എന്താ? അപ്പം എല്ലാവരുടെ കൂടി പറഞ്ഞു, ഞാൻ ഒപ്പിട്ടു. എല്ലാവരുടെ കൂടി ചെയ്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നിലപാടുണ്ടാകണം. എന്താ കാര്യം? ജനാധിപത്യം അങ്ങനെ ആണെങ്കിലും നമുക്കൊരു പൊതു താല്പര്യം കിടപ്പുണ്ട് അല്ലേ? അത് നോക്കണം. അവിടെയാണ് ഈ ജഡ്ജിമാരുടെ ഒരു കഴിവ്. ഇപ്പൊ കണ്ടില്ലേ, സത്യത്തില് ചില വിധികൾ ഈ അടുത്ത കാലത്ത് വന്നിരിക്കില്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ? സുപ്രീം കോടതി ഇടപെട്ടുകൾ ആ സുപ്രീം കോടതിക്ക് വില വന്നു കുറെ കൂടെ. ഇവിടെയാണ് ലീഡർമാരുടെ ഒരു ആത്മീയന്റെ സാന്നിധ്യം. അങ്ങനെയല്ലാതെ ഇങ്ങനെയാണ് ഇവിടെ തിരുവെഴുത്ത് പറയുന്നത്. ഇങ്ങനെയാണ്. കമ്മിറ്റി അവിടെ നിൽക്കട്ടെ. ഇത് സ്ഥാപിച്ചെടുക്കലാണ് അടുത്ത കാര്യം. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത് നമുക്ക് മാറാൻ പറ്റില്ല. സത്യത്തിൽ നമ്മുടെ സഭകളെയൊക്കെ നിലനിർത്തിയിരിക്കുന്ന അത്തരം ചില പാരമ്പര്യ ബോധങ്ങളും കേൾക്കുന്നവർക്ക് അതൊരു അല്ലേ, അവരെ എന്താ പറയുന്നത്, പാരമ്പര്യവാദികളായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മളൊന്നാലോചിച്ച് വിട്ടുകൊടുത്ത് അയച്ചു കൊടുത്തൊക്കെ പോയിരുന്നെങ്കിൽ, പക്ഷെ അത് കുറെ തോൽവി ഉണ്ടാവും, കുറെ പരാജയത്തിൽ വരും. പക്ഷെ ആത്യന്തിക ജയം അവിടെയാണ്. കാരണം എന്താ? സ്തോത്രം. കുറെ വിട്ടുകൊടുത്ത് നമ്മൾ പോകുമ്പോൾ തന്നെ അമിതമായ വിട്ടുകൊടുക്കൽ കൊരിന്ത് സഭയിൽ സംഭവിച്ചത് ഭയങ്കര ഡിസാസ്റ്റർ. അവിടെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു പരാജയമുള്ളത് ഒരു കാര്യം ചെയ്തെടുക്കണം. ഒരു കാര്യം ചെയ്തെടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ കുറെ പരിക്ക് പറ്റും. ഈ പരിക്ക് സുഖകരമായൊരു അടയാളം
രണ്ട് രീതിയിൽ പറയാം. മിലിറ്ററിയിലൊക്കെ ഉള്ളവർ ഉണ്ടാവുമല്ലോ. മിലിറ്ററിയിൽ നിന്ന് വന്നൊരു മനുഷ്യന്റെ ശരീരത്ത് കുറെ മുറിവുകൾ കണ്ടാൽ നമുക്ക് ബഹുമാനം അല്ലേ? അതേസമയം കുമ്മനാടെന്ന് അടി വെച്ചിട്ട് ഞാൻ വന്നാന്ന് പോലെ സാക്ഷി പറയില്ലേ, നീയും തിരക്കണമായിരുന്നു. ഞാൻ തിരുവല്ല ചന്തയിലെ ഇന്നാലാന്ന് വീട് സാക്ഷി പറഞ്ഞിട്ട് കൈ കാണിക്കുക. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അതേ വലിയ ഗുണ്ടയാന്നല്ല ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയാൻ നേരത്തെ. അപ്പം അതെങ്ങനെ സാക്ഷി പറയും, നല്ല മനുഷ്യനാണ്, നല്ല രീതിയൊക്കെ വളർന്നു, നമ്മളെക്കാളൊക്കെ വളർന്നൊരു മനുഷ്യൻ, ഒത്തിരി വളർന്നൊരു മനുഷ്യൻ, കണ്ട് ആക്ഷേപിക്കല്ലേ. അതേ പണ്ട് സാക്ഷി പറഞ്ഞ് ഈ ഷർട്ടൊക്കെ ഇങ്ങനെ ഊരി കാണിക്കുന്നുണ്ട്, ഇവിടെ എല്ലാം കുത്തിക്കിട്ടുണ്ട്, ഞാൻ ഗുണ്ടയാണ്. ഞാൻ ഈ അടിയെല്ലാം മേടിച്ച് കെട്ടിയിട്ട് ഗുണ്ടയാണ്. നാട്ടിൽ ചെന്ന് വല്ലവന്റെ അടിയും മേടിച്ച് കെട്ടി കുത്തും മേടിച്ച് കെട്ടിയിട്ട് ഗുണ്ടയാന്ന് പറഞ്ഞാൽ ഏക്കുകയില്ല, ശരിയല്ലേ? ഇനി അല്ലേ തന്നെ ഒരു ഗുണ്ടയ്ക്ക് കുറെ മുറി ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടം തോന്നും. സൈനികന് മുറി വന്നാൽ അതൊരാദരവാ അല്ലേ? ലേലുയ. നമ്മൾ ഈ കോൺസ്റ്റന്റൈനെ കുറ്റം പറയും, അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹത്തിന് ഗുണമുണ്ടാകും. അദ്ദേഹം പൊതുയോഗം വിളിക്കുമ്പോൾ ഇതിനകത്ത് രക്തസാക്ഷികളുടെ ഭാര്യമാരും കൈകാര്യം നഷ്ടപ്പെട്ട അല്ലെ കണ്ണ് നഷ്ടപ്പെട്ട മനുഷ്യരും ഒക്കെ വരും. കോൺസ്റ്റന്റൈൻ യോഗം നിർത്തി ഓടിച്ചെന്ന് അവരെ ചുംബിക്കും. അതിൽ കണ്ണിലൂടെ ജലാംശം ഇറ്റിറ്റ് വീഴുന്നൊരു മനുഷ്യണ്ടാണ്. കോൺസ്റ്റന്റൈൻ സ്വന്തം ആ വസ്ത്രം കൊണ്ട് അതിങ്ങനെ ഒപ്പിക്കൊടുത്തിട്ട് ഈ കണ്ണിൽ ചുംബിച്ചിട്ടാണ് പോയിരിക്കുന്നത്. കാരണം എന്താ, ചിലതരം മുറിവുകൾക്ക് വലിയ ആശയമുണ്ട്, വലിയ ഉത്തരവുണ്ട്. ഹൃദയത്തിലെ ചില മുറിവിനുമുണ്ട് ദൈവികമായ ചില അനുഗ്രഹം. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോൾ ചില ഘട്ടങ്ങളിൽ മുറിയും, ചോരയിൽ അവിടുന്ന് കണ്ണീരല്ല അവിടുന്ന് വരുന്നത്, ചോര വരുന്ന കണ്ണിൽ. ആ മുറിവിനും ഒരു വില കൊടുത്തിട്ടുണ്ട് ദൈവം. അപ്പൊ പൗലോസ് എന്ന മനുഷ്യനും ആക്ഷേപിക്കപ്പെട്ട സ്ഥലമാണ് കൊരിന്ത്. കാരണം കൊരിന്തിൽ ആളുകൾ കൂട്ടിയിട്ട് പറഞ്ഞു, പൗലോസ് ഇങ്ങോട്ട് വരണ്ട, ഊയിസ്പോ. ആളുകൾ പൗലോസിന്റെ ഭൂതകാലം എടുത്തിട്ട് ആക്രമിക്കാൻ തുടങ്ങി. പത്രോസ് ഉണ്ടല്ലോ, പത്രോസിനും അല്ലെങ്കിൽ അന്ത്രോസിനോ യാക്കോബിനോ യോവന്നാനോ ഇല്ലാത്ത എന്ത് ശ്രേഷ്ഠതയാ പൗലോസിന്. തന്നെ ചെല്ലി ചോദിക്കാൻ തുടങ്ങി, ആരായി പൗലോസ്? ഇദ്ദേഹം കഴിഞ്ഞ വരെ ക്രിസ്തുവിന് എതിരായിരുന്നു. ഇദ്ദേഹം എത്ര മനുഷ്യരെ കൊല്ലാൻ കൂട്ടുന്നു, സെവാനസ് ഉൾപ്പെടെയുള്ള ആളുകളെ. അതുകൊണ്ട് ആ ഡോക്ടർ ഞങ്ങൾക്ക് കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. പൗലോസ്ലീഹായി ഒരു നില തുറന്ന് പറയാണ്, നിങ്ങളുടെ ഇടയിൽ അല്പം അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അനുഭവിക്കും. കണ്ടൊരു നല്ല മനുഷ്യനാണ് ഈ ക്ലോവ, കാരണം അറിയിക്കേണ്ടിടത്ത് അറിയിച്ചു, അതാണ് കാര്യം. അവിടെയാണ് അതിന്റെ ഒരു പ്രസക്തി കിടക്കുന്നല്ലോ. നമ്മുടെ അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട മുതിർന്നവർ അറിയണം, അറിയേണ്ടവർ പരിഹരിക്കേണ്ടവരെ അറിയിച്ചു. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാവും. ക്ലോവ എന്ന മനുഷ്യൻ അറിയിച്ചു, സാർ ഇങ്ങനെയൊക്കെ നിൽക്കുക അവിടെ കേട്ടോ, ഇന്ന് ഇടപെടണം. പൗലോസ് അവിടെ വന്നു, വരുമ്പോൾ നല്ല ഭിന്നത സറിക്കണം. ഈ ഭിന്നത ഗൗരവത്തിലെടുക്കണ്ട, കാരണം മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ ചോദിച്ചാണ്, പൊതുവിലിരിക്കുമ്പോൾ ചോദിച്ചു, ഞങ്ങളുടെ കുമ്മനാട് കൺവെൻഷന് 100 വയസ്സ് കഴിഞ്ഞു, മുളക്കുഴ കൺവെൻഷന് 100 വയസ്സ് കഴിഞ്ഞു, ഏജിക്ക് 100 വയസ്സ് കഴിഞ്ഞു. നമ്മുടെ എല്ലാം കൺവെൻഷനുകൾക്ക് 50 മുതൽ 100 വയസ്സ് വരെ, ന്യൂൻ്റെ ചർച്ചകൂടിനൊക്കെ 50 കഴിഞ്ഞു തോന്നുന്നു. 50 മുതൽ 100 നമ്മുടെ പ്രായം, 100 കഴിഞ്ഞു. പൊതുവിലിരിക്കുന്ന ആൾക്കാരുടെ ഒപ്പം ചോദിച്ചു, ഈ 100 കൊല്ലത്തിനിടയ്ക്ക് എത്ര പെറ്റി കേസ് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഇത് രജിസ്റ്റർ ചെയ്ത് പറയാം? ചിന്തിക്കട നടത്തിയത്, കുന്തും തള്ളും നടന്നേ, പടക്കം പൊട്ടിച്ചത്, ആന വരേണ്ടതേ, ഞങ്ങളെ യഥാർത്ഥ സമാധാനത്തിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തോട് വരുന്നത്. 100 കൊല്ലത്തിനിടയ്ക്ക് പോലീസിന് എന്ത് തലവേദന ഉണ്ടായി? ഇതിനർത്ഥം കുഴപ്പമില്ലാത്തവരാണെന്നല്ല, നമ്മുടെ വശങ്ങളൊക്കെ ആഭ്യന്തരമാണ്, അവിടെ തീരണം. സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാക്ഷ്യവും വിലയും അത് വലുത് തന്നെയാണ്. അതിൽ നിങ്ങളുടെ എന്റെ എല്ലാ സംഭാവനയും കിട്ടോ. കുഴപ്പം നമുക്കുള്ളപ്പോൾ തന്നെ ഇതിനെ ഇങ്ങനെ സൂക്ഷിച്ചത് നിങ്ങളുടെ എന്റെ എല്ലാ സംഭാവനയും ക്ഷമയും വിട്ടുവീഴ്ച എല്ലാം അതിനകത്തുണ്ട്, തിന്മയിലും ഉണ്ട്. ഇതിനെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിച്ചതിൽ എന്റെ ഇടപാടും വലുതാണ്, നിങ്ങളുടെ ഇടപാടും വലുതാണ്. ഇതിൽ നിന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. അതിനാ പൗലോസൊന്നും എന്നിട്ട് ഞാൻ വടിയുമായിട്ടാണ് കണ്ട, നീ ആ നിലപാടുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ ഞാൻ സ്നാനം കഴിപ്പിച്ച് പേരെടുക്കാനൊന്നും വന്നല്ല. അപ്പോഴെ ഈ ശക്കില ഉടലെടുത്തത് പൗലോസ് ആര്? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്കെങ്ങനെ പക്ഷമൊന്നും വേണ്ട, ആർക്കും പക്ഷം വേണ്ട, ബാക്കി പക്ഷങ്ങളെ അനുവദിക്കുന്നതല്ല. ചോദിച്ച ചോദ്യത്തിന്റെ മൂർച്ച ഭയങ്കരമാണ്. നിങ്ങൾക്ക് വേണ്ടി പൗലോസ് പൂജിക്കപ്പെട്ടോ? അപ്പൊലോസ് ആര്? ഞങ്ങൾ കൂട്ടുവേലക്കാരാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ ചില നിബന്ധനകൾ പറയുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തയ്യാറാക്കുന്ന ലേഖനത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. അത് റിസറക്ഷൻ,
എന്ന് മനസ്സിലാകുന്നില്ലേ? നമ്മൾ ഏറ്റവും പ്രതിസന്ധിയുടെ പോകുന്ന ഒരു സഭയാണ്, ഒരു കുടുംബമാണ്, ഏറ്റവും വേദനയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണ്. ദൈവം ഇടപെട്ടൊരു ഉത്തരം തന്നാൽ അതിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ്, കാഴ്ചപ്പാടിന്റെ അപ്പുറത്താണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗത്തെ അതിജീവിക്കാനാണെങ്കിൽ രോഗത്തിന്റെ അതിജീവനം തന്നെയല്ല, അതിന്റെ അപ്പുറത്തൊരു റിസൾട്ട്. ഞാന് ചില ആളുകളുടെ വല്ലാത്ത ശാരീരിക ക്ഷീണത്തിലാണ്. പ്രാർത്ഥിച്ച അനവധി ദൈവങ്ങളുണ്ട്. അപ്പൊ ഈ വാർത്ത പലപ്പോഴും 2 തവണ സ്ട്രോക്കും. ഇതങ്ങനെ പ്രസിദ്ധം ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ഈ ഡിബേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ പറയും മറ്റന്മാരെ നല്ല പണിതാ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു ചർച്ചയുണ്ട്. അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന മനുഷ്യരെ ഒരാൾക്ക് വയ്യെങ്കിൽ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അതെന്തൊരു അധമമായ ബോധം അല്ലേ? കഴിയില്ല നമുക്ക്. ആർക്ക് സാധിക്കും? ഈ ഇന്ന് കണ്ടില്ലേ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെയാണ് പോയിട്ട് അതേറെ വിമർശിക്കുന്ന NSSന്റെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി കാണുകയാണ്. എന്തിനാ? അതൊരു ജീവിത മൂല്യമാണ് മനുഷ്യന്റെ. അതൊക്കെ സുഖമില്ല ആക്ഷേപിക്കുന്നത് നമുക്കിത് വരില്ലാതെ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഞാന് ഒത്തിരി ക്ഷീണിതനായിരുന്നു, വല്ലാത്ത പ്രശ്നം. അങ്ങനെയൊക്കെ ഈ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളെല്ലാം നമ്മൾ അല്പോടെ ക്ഷീണിക്കുന്നു, തകരുന്നു എന്നൊക്കെ. ഞാനൊരു പ്രോഗ്രാമും കിട്ടില്ല. ആ കൂടെ മറ്റു ആക്ഷേപങ്ങൾ, ഒരു പരമ്പര ഒന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ മാറ്റിയിട്ടില്ല. പക്ഷെ ഇന്നലെ ചെന്ന് ബ്ലഡ് ഒക്കെ നോക്കുമ്പോൾ നല്ല നോർമൽ. അപ്പൊ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഞാൻ ഇത്ര പ്രാർത്ഥനയുണ്ട് പ്രസംഗം മുഴുപ്പിക്കാൻ ഇട തന്നിട്ടേ കർത്താവെ എടുക്കാവുള്ളൂ. അല്ല പാതി കഴി ബാക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു മോശം. ഒരിക്കലും പ്രസംഗം മുഴുപ്പിച്ചാൽ മതി എന്നാ പ്രാർത്ഥിച്ചത്. ദൈവം തന്നുണ്ട ഒരു സൗഖ്യം, ഒരാശ്വാസം, അതിനപ്പുറത്തെ ഒരു പ്രതീക്ഷ. നിങ്ങൾ ചോദിച്ചത് എങ്ങനെങ്കിലും അങ്ങനെയല്ല. ഈ ചെറിയ കാഴ്ചപ്പാടുകൾ നമ്മളിന്ന് മാറ്റുകയാണ് ദൈവത്തിന്റെ ആയുധപ്പുറത്ത്. ഒരു എക്സാമ്പിൾ വിഷയമില്ല. ദൂതാ പറയുന്നത് ദൈവം ജോസഫ് പറഞ്ഞത്, നീ ഇവിടുന്ന് പോകുമ്പോ രാജാവിനെ കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ട് എലി കിടക്കുന്ന ആളാണ്. നീ പറഞ്ഞാൽ എനിക്ക് രക്ഷ കിട്ടും. ഇതാ പറഞ്ഞു വിട്ടത്. ഇദ്ദേഹത്തിന്റെ ദൂതെല്ലാം കറക്റ്റായിരുന്നു. മറ്റേ പുള്ളി മരിച്ചും പോയി, ഇയാളിൽ ചെന്നു, ഇയാളിത് വിട്ടുപോയി, പാനപാത്രമാണ്. അതൊരു റിയാലിറ്റിയാണ്. ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിക്കല്ല നമ്മുടെ വിടുതൽ ദൈവം വെച്ചെങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിച്ച വഴിയിലൂടെ അല്ല, ആ വഴിയേ അല്ല, ആ സങ്കല്പമേ മാറിപ്പോട്ടെ. ഈവൻ നമ്മുടെ മക്കൾ പോലും ആയിരിക്കില്ല നമ്മുടെ വിടുതലിന്. അത് നമ്മളെ വിട്ടുകൊടുക്കാത്തോ ദൈവം. അഭിമാനിക്കാതെ വേണ്ട അല്ലേ? സ്തോത്രം. നമ്മുടെ വഴി മറ്റൊന്നാണ്. അതിന് പ്രായമോ ജീവിത ദുരിതങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല. നമ്മുടെ വഴി മറ്റൊന്നാണ്. ഞാൻ ഓർത്തിരിക്കുന്ന പാനപാത്രവാഹകന എന്റെ വഴി. അയാൾ എന്നോട് കടപ്പെട്ടവനാ. അയാളിൽ എന്തെങ്കിലും ആയെങ്കിൽ എന്റെ ദൂത കാരണമെന്ന് ചിന്തിച്ചിരിക്കേ അയാൾ മറന്നു. അപ്പൊ ചിലതരം മറവികൾ ദൈവം കൊടുക്കുന്നവന് അയാൾ വിട്ടുപോയി. കാരണം വീട്ടിൽ ചെല്ലുമ്പോഴേ അയാൾ വേറൊരു മനുഷ്യനായി. ഭാര്യ, മക്കള് വിടുതൽ കിട്ടി ആനന്ദത്തിൽ പോവാണ്. ജോലിയിൽ കയറി. ഒരു ദിവസം രാജാവ് മ്ലാനവതനായിരിക്കെ അതേ ഇടപെട്ടു. കാര്യങ്ങൾ അറിഞ്ഞ് പറയാ, യജമാനെ, ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എന്നോട് ആലോചന പറഞ്ഞൊരു മനുഷ്യനുണ്ട്, വിളിക്കാം. രാജാവ് ആളയച്ചവനെ നീ അതെന്തെന്ന് കുടിക്കും. മറ്റേ കക്ഷി ഉണ്ടല്ലോ ഈ പാനപാത്രവാഹകൻ, ഇയാൾ പറഞ്ഞിട്ടാ വിടുതലെന്ന് കുട്ടിക്കും. സാറേ ഇങ്ങനെ കൊടുത്ത പുറപ്പെട്ട ആള് പാവം, അതിൽ കുറ്റവാളിയൊന്നും ആകില്ല. അങ്ങനെ പറഞ്ഞപ്പോ രാജാവ് പറയാ ഈ പൊതുമാപ്പ് കൊടുത്ത് വിടുന്ന കൂടെ പുള്ളിക്കട വിറ്റ്. അങ്ങനെ ഇറങ്ങിയ യോസേഫ് പുറത്തിറങ്ങിയ സംഭവിക്കുന്ന എന്താന്ന് ഞാൻ പറയാം. താടി നീട്ടി വളർത്തി, ആഹാരത്തിന് കയറ്റി, അയാൾ പുറത്തൂടെ നടക്കണം. ഒരു പണി കൊടുക്കാൻ ആരുമില്ല. അദ്ദേഹത്തെ ആരെങ്കിലും പണിക്ക് വിളിച്ചോണ്ട് വന്നാൽ പറയും അയാൾ ഇവിടെ കൊണ്ടുവരരുത്, കാരണം സ്ത്രീ പീഡകനാണ്, ഈ വീട്ടിൽ കെട്ടിയേക്കരുത്, കൊണ്ടുപോകും, എന്തെങ്കിലും കൊടുത്ത് വിട്ടേക്ക്. ഈ വിടുതൽ ഒരു ക്രിമിനൽ ചാപ്പ കുത്തി അകത്ത് കിടക്കുന്ന മനുഷ്യൻ എവിടെ ചെന്നാലും ഇവൻ ചെല്ലുന്നതിന് മുമ്പ്, ഇവനേക്കാൾ മുമ്പ് അവന്റെ ഇൻഫർമേഷൻ അവിടെ ചെല്ലും. മനസ്സിലാക്കില്ലേ?
ജീവിതത്തിൽ ഈ വിടുതൽ കൊണ്ട് വല്ല സന്തോഷമുണ്ടോ? മനസ്സിലായില്ല? ചിലങ്ങനെ ധരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം. നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലോണിന് അപേക്ഷ വെക്കുക. നമുക്ക് കാര്യം നടക്കണം, എങ്ങനെയെങ്കിലും ലോൺ കിട്ടണം. ലോൺ കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. നിങ്ങൾക്ക് എന്ന് ലോൺ കിട്ടിയോ അന്ന് മുതൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടു തുടങ്ങി. ബന്ധിക്കപ്പെട്ടു തുടങ്ങി. സ്വസ്ഥത നഷ്ടപ്പെട്ടു. നമുക്കുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചു. ഓരോ മാസത്തിന്റെയും നിർദ്ദിഷ്ട ദിവസങ്ങളിലേക്ക് അടുത്ത് വരുമ്പോൾ സ്വസ്ഥത നശിക്കുക. നമ്മുടെ ചിന്ത ഈ വഴിക്ക് വേണം. കാരാഗൃഹ പ്രമാണി ഈ പാനപാത്രവാഹകരിലൂടെ എന്റെ വിടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ചെന്നാലും കാത്തിരിപ്പുണ്ട് എന്നെ പറ്റിയുള്ള ഇത്തരം പ്രശ്നങ്ങൾ. പക്ഷെ ഒരു ദിവസം രാജാവാളയച്ചു വരുത്തി അവർക്ക് ക്ഷൗരം ജയിച്ചു വൃത്തിയാക്കി. കൊട്ടാരത്തിന്റെ എല്ലാവരുടെ സ്റ്റാൻഡേർഡ് പാലിക്കണം. അന്ന് മുതലാണ് യഥാർത്ഥ വിടുതൽ. ജോസഫിന് വേണ്ടത് ഈ ജയിലറെ വിട്ടുന്ന പുറത്ത് കിടക്കുക. ദൈവത്തിന് വേണ്ടത് പണ്ട് പറഞ്ഞൊരു ദർശനമുണ്ട്, അത് നിവർത്തിക്കുക. നമ്മൾ ഇതിനാ കാത്തിരിക്കുക. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടെന്നേ, ഒത്തിരി ദർശനങ്ങളുണ്ടെന്നേ. നമ്മൾ പല ചെക്ക് വിതരപ്പെട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല, എല്ലാം റെഡിയായിട്ട് കിടക്കാണ്. നമുക്ക് കിട്ടിയ എത്ര വാഗ്ദത്വം ആലോചിച്ച്. ഇന്ന് കള്ളമല്ല, കള്ളം പറഞ്ഞവരുണ്ടാവുക, അതൊക്കെ പോട്ടെ. നല്ല നല്ല എത്ര ദൂതുകൾ കേട്ടു. ഈ വാഗ്ദത്വമാണ് നമ്മളെ പിടിച്ചെടുത്തത്. ആ വാഗ്ദത്വം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവം ചിലത് താമസിപ്പിക്കുന്നത്. വാഗ്ദത്വം പക്വത വരുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. അത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കിട്ടുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യണം. കൊരിന്ത് ഏറ്റവും പ്രതിസന്ധി കൂടെ പോയപ്പോ അവിടെ ജനങ്ങളെല്ലാം തമ്മിലടിച്ച് പിരിയാൻ തുടങ്ങുന്നു. ആകെ പ്രതിസന്ധി രൂക്ഷമായപ്പോ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ഉയർപ്പെന്നൊരു ചിന്തയാണ്. നമ്മുടെ ചർച്ചയൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ സെൻട്രലിലോ അല്ലെ കേന്ദ്രത്തിലോ ഒക്കെ പോയി അറിയിച്ച കുരുന്തലേഖനം പോലൊരു കാര്യമാണ് എന്നിട്ട് എഴുതി വിടുന്നത്. ആണോ? നമ്മൾ നമ്മുടെ ചർച്ചയൊന്നും കൂട്ടണ്ട. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നമായിട്ട് എന്നെ കമ്പയർ ചെയ്യണ്ട. നമ്മളിപ്പോ ഒരു സഭയിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് സെൻട്രൽ പാസ്റ്ററെയോ വേറൊരാളെയോ സമീപിച്ചാൽ പൊരുന്തിൽ പറയുന്ന പോലെ ഒരു ആശ്വാസമൊക്കെ അല്ല കിട്ടുന്നത്. കാരണം ഇത് പ്രാപിച്ചു തരുന്ന കാര്യം. അതേ പറയാം, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു. ഇതൊരു ആഭിജാത്യമാണ് പൗലോസ് പറഞ്ഞറിയാം. എല്ലാത്തിനും മനുഷ്യരോടല്ല, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലും ആത്മാഭിമാന ബോധം. ഇത് റിയലി ഞാനിത് പ്രാപിച്ചത് ദൈവസ്ഥലിൽ നിന്നാണ്. പൗലോസായ ഞാൻ അത്രയും പഴയ പൗലോസ് എന്ന മനുഷ്യൻ അപ്രസനാണ് പറയാ. ഇത് സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തിനും കാരണഭൂതനായ, മരണത്തെ ഉയർപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഈ പ്രശ്നം യോബിന്റെ പുസ്തകത്തിൽ പണ്ട് ജോബ് ചോദിച്ചു. എന്താ ചോദിച്ചു? ഒരു വൃക്ഷമായിരുന്ന പ്രതീക്ഷിക്കാനൊക്കെ വകയിൽ അത് വെട്ടിക്കളഞ്ഞാൽ പിന്നെയും കിട്ടും. മനോഹരമായ പ്രയോഗമാണ്. വെള്ളത്തിന്റെ ഗന്ധം കിട്ടിയാൽ അത് തകർന്നു കിട്ടും. പക്ഷെ മനുഷ്യൻ മനിച്ച പിന്നെ അവനെവിടെ? കാവ്യഭാഷിച്ചിരിക്ക, പുരുഷനോ പ്രാണന വിട്ടാൽ പിന്നെ അവനെ വീഴും. ഇത് ആശങ്ക. ഈ ആശങ്ക സകല മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു നിരീശ്വരൻ ശവടയ്ക്കാൽ എന്തൊക്കെയോ കർമ്മം അവിടെ ചെയ്യും, അല്ലെ? എന്തൊക്കെയോ കർമ്മം ചെയ്യും. കാരണം ഇതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് അവൻ പ്രതീക്ഷിക്കും. എവിടെ ഞാന് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച ആൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് പ്രസംഗിക്കാൻ പറ്റും. നമ്മൾ ഓമനിലൂരാണ്. ഞങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആരും മരിച്ചാൽ ഈ ആളിന്റെ ആത്മാവിനെ കൊണ്ട് കെട്ടുന്ന സ്ഥലമാണ് ഓമനിലൂർ ക്ഷേത്രം. ഞാൻ വൈഫിനെ കാണിച്ചു കൊടുത്തു, ഇവിടെയാണ്. അതിന്റെ കർമ്മമൊക്കെ രസകരമാണ്. കുടത്തിൽ അടച്ചോ, ഒരു ഈർക്കിലിക്ക് കെട്ടിയോ. ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് അതിൻ്റെ രീതികൾ. അപ്പോൾ ആത്മാവിനെ കൊണ്ട് അവിടെ എനിക്ക് സന്തോഷം തോന്നി. അതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് മാറി പറ്റിയല്ലോ അല്ലേ? അത് ഈ കർത്താവ് പറ്റുമായിരുന്നോ? ഇല്ല. ഈ ആത്മാക്കൾ
എല്ലാം കൂടി ചെറിയ സ്ഥലത്ത് അങ്ങനെ ഒതുങ്ങി. അപ്പോ ഓരോ മതത്തിനും അതിന്റെ ഒരു വിശ്വാസമുണ്ട്. ഈ ആത്മാവിനെ സംബന്ധിച്ചു അതിൽ വിശ്വാസമില്ലാത്ത മതങ്ങളുണ്ട്. ബുദ്ധമതവും ജൈനമതവും നമ്മുടെ സദൂക്യന്റെ കൂട്ടാണ്. അവരിലൊന്നും വിശ്വസിക്കുന്നില്ല. മരണാനന്തര ജീവിതമൊന്നും ബുദ്ധൻ പഠിപ്പിച്ചിട്ടില്ല, ജൈനനും പഠിപ്പിച്ചിട്ടില്ല. ബാക്കി എല്ലാ മതങ്ങളിലും ഉണ്ട് മരണാനന്തര ജീവിതത്തെപ്പറ്റി ഒരു സങ്കല്പം. ഹിന്ദു വിശ്വാസം രസകരമാണ്. പുനർജന്മ സിദ്ധാന്തമാണ്. പുനർജന്മ സിദ്ധാന്തം എന്ന് അറിയാലോ എന്താ? കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നതെന്തോ അതിന് തക്കവണ്ണം അടുത്ത ജന്മത്തിൽ നമ്മൾ ആ രൂപത്തിൽ ജനിക്കും എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ജന്മത്തിൽ വഴിയെ പോയൊരു നായെ കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ഓടുക, പഴയ വിനോദം. ഇപ്പോഴത്തെ പിള്ളേർക്ക് വിവരമുണ്ട്, അവരൊന്നും ചെയ്യത്തില്ല. അതായത് പൊട്ടൊന്നും നോക്കും. നമ്മുടെയൊക്കെ വാലത്തിൽ ഒരെണ്ണം അവനിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു സന്തോഷമില്ല, അല്ലേ? ഇതൊക്കെ ചെയ്തേച്ച് അനാതിരിക്കുക. പ്രായമുള്ള മനുഷ്യർ പിള്ളേരോട് പറയാം, പണ്ടത്തെ മനുഷ്യർക്ക് നല്ല അറിവായിരുന്നു, നല്ല വിവരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ വിവരം ഇല്ല. പഴയ ആൾക്കാർക്ക് സത്യം പറയും. ഈ പിള്ളേർ ആരും ഇങ്ങനെ ചെയ്യും. ഈ കുഞ്ഞുങ്ങളാരും വഴിയെ പോകുന്ന പട്ടിയെ ചുമ്മാ എറിയും. നമ്മളതിന്റെ പുറകെ അങ്ങ് ഓടുക. പാകിസ്ഥാനെ കണ്ടോല ഇന്ത്യ എറിഞ്ഞു ഓന്തിനെ കണ്ട രണ്ടേർ അതിലെ കോട്ടെ നോക്കല്ല. ഒരു കുതിരം ഇല്ലാത്ത ജീവിയാണ്. കുഴപ്പമെന്താ? അടുത്ത ജന്മത്തിൽ നമ്മൾ ഈ കൈസറായിട്ട് ജനിക്കും. അപ്പൊ നമ്മുടെ പേര് മാത്തുക്കുട്ടി എന്നായി. അടുത്ത ജന്മത്ത് ആരായി? കൈസറായി. എന്നിട്ട് കൈസർ ആരാകും? മാത്തുക്കുട്ടിയാവും, അല്ലെ തങ്കച്ചനാകും, അല്ലെ പത്രോസാകും, പൗലോസാകും. എന്ത് ചെയ്യും? നമ്മളെ ഇതുപോലെ തിരിച്ചറിയും. മനസ്സിലായില്ലേ? ഇതാ ഹിന്ദു വിശ്വാസം. ഒരു പയ്യനൊരിക്കൽ ഇങ്ങനെ ഒരു പറവയെ പിടിക്കും. ചിറ ഇങ്ങനെ പറിച്ച് കളയുമ്പോൾ മാഷ വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്. കാരണം അടുത്ത ജന്മത്തിൽ ഈ പറവ ബൈജുവാകും, ബൈജു പറവയായിട്ട് നിന്നെ വന്ന് തിരിച്ച്. ഈ പയ്യൻ പറഞ്ഞു, അങ്ങനെയല്ല മനുഷ്യ, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു പറവയാണ്. ഇവനാരാ? ബൈജുവൻ. ഞാനിപ്പോ അതിന്റെ കേട് തീർക്കുക. അങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ട് ഈ സിദ്ധാന്തത്തിൽ. ഇതിൽ ഏറ്റവും അധികം വിഷമിക്കാൻ പോകുന്നത് ഡോക്ടർമാരും നഴ്സുമാരും. നിങ്ങൾ എത്ര വൈറസുകളെ നശിപ്പിക്കും, എത്ര ബാക്ടീരിയകളെ കൊന്നും, അല്ലേ? നിങ്ങളെല്ലാം ഈ അണുക്കളായിട്ട് ജനിച്ച് ഈ അണുക്കളെല്ലാം സൂസമയായിട്ട് ജനിച്ച് നേഴ്സായിട്ട് നിന്ന് തിരിച്ചിതുപോലെ ചെയ്യും, അല്ലേ? ഡോക്ടർമാർക്കും ഡെറ്റോൾ ഉപയോഗിച്ചാൽ തന്നെ അത്ര അണുക്കൾ ചെത്തും. ഇത്രയും അണുക്കൾ കോടാനുകോടി അണുക്കളായി കൊടുക്കും. അങ്ങനെ മരിച്ച് തിരിച്ച് ഈ ആത്മാവ് പരമാത്മാവിൽ ലയിച്ച് അതോടെ തീർന്നു. വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ. പശു രോമ സഹസ്രം നടക്കണം. ഒരു പശുവിന്റെ ഒരു രോമത്തിന് 1000. അത്രയും കൊല്ലങ്ങൾ ഇങ്ങനെ ജനിച്ച് ഇതാണ് ഈ പുനർജന്മ സിദ്ധാന്തം. മനുഷ്യനോരോ സങ്കല്പങ്ങൾക്കുണ്ടാവും, ഓരോ കാഴ്ചപ്പാടുകൾക്കും. അങ്ങനെ യോബൻ ചോദിക്കുകയാണ്. യോബ് ഒരു പഴയ പുസ്തകം, ഒരുപക്ഷെ ബൈബിളിലെ തന്നെ ഏറ്റവും പഴയ പുസ്തകമാണ്. ഉൽപ്പത്തിക്ക് മുമ്പാണ് യോബിന്റെ പുസ്തകം. എഴുതിയ കാലം സംഭവമല്ല, എഴുതിയ കാലം. യോബ് ഒരു അബ്രഹാമിന്റെ ഒക്കെ സമകാലീനാണ്. ആക്ച്വലി ജോബ് യഹൂദൻ പോലും അല്ല, ഒരു അറബിയാണ്. അറബി നിൽക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം ഒരു സങ്കല്പം വേണ്ട. അറബി ഒരു ദേശീയതയുടെ പേരാണ്, ഒരു ഭാഷയുടെ പേരാണ്. അത് വിശ്വസിച്ച ദൈവമക്കളോട് കൊണ്ട് ഇവരും അറബ് പാസ്റ്റർമാരുണ്ട്. ഈ കുവൈറ്റും അതുപോലെ സൗദി അറേബ്യയും ഒക്കെ നമ്മുടെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്, ക്രൈസ്തവരുടെ സ്ഥലങ്ങളായി. കൂഫയൊക്കെ നമ്മുടെയാണ്. ഇറാഖൊക്കെ. ഇറാഖിലെ പഴയ ഒരു പാത്രിയാർക്കീസിന്റെ പേര് തന്നെ അബ്ദുള്ള എന്നാണ്. ഓർത്തഡോക്സിൽ നിന്ന് വന്നവർക്കറിയാം, അബ്ദുള്ള പാത്രിയാർക്കീസ്. അദ്ദേഹത്തെ ആണെന്നോ നമ്മളിവിടെ മെത്രാനെ മുക്കിക്കൊന്നില്ല, കേട്ടില്ല. മർത്തമായ വന്ന സൗകര്യങ്ങളായിരിക്കും അല്ലേ? അബ്ദുള്ള പാത്രിയാർക്കീസിനെ വരുത്തി നമ്മൾ ഉദയംപേരുടെ അപ്പുറത്ത് വെള്ളത്തിൽ മുക്കിക്കൊന്ന് പ്രശ്നമായി എന്നൊക്കെയാണ് കഥ. കഥയോ യാഥാർത്ഥ്യവും. അപ്പൊ പാത്രിയാർക്കീസിന്റെ പേര് അബ്ദുള്ള. അപ്പൊ ഈ അറബികളുടെയൊക്കെ പേരാണ്. ഈ പേരുകൾ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം മതം വന്നപ്പോ അവരങ്ങോട്ട് ആയിത്തീർന്നു. ഇസ്ലാം മതം എന്താണെന്നുള്ള ഞാനൊരു സംഭവം കൂടി പറയാം. നമ്മുടെ ഈ ഉദയംപേര് പള്ളി ഉണ്ടല്ലോ, സുന്നോദോസ് പള്ളി എന്ന് പറഞ്ഞാൽ ആ വഴി മുമ്പ് കാണാം, തൃപ്പൂണിത്തറയ്ക്ക് പുറകിൽ. ആ പള്ളിയിലൊരു ഇതെഴുതി വെച്ചിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് AD 510. AD 510 ആ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദ് ജനിക്കുന്നത് 570. മുഹമ്മദ് ജനിക്കുന്നതിന്റെ 60 കൊല്ലം കൂടെ മുമ്പ്
ആ പള്ളി ഇവിടെ ഉണ്ടായിരുന്നു പറയുമ്പോൾ ക്രിസ്ത്യൻ ട്രഡീഷൻ ഒത്തിരി പുറകിലല്ലേ. കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത്രയും പള്ളി. ഓർത്തപ്പോൾ ഒരു കാര്യയുടെ പറയും, നമ്മൾ കാണാറില്ല യാക്കോബായ ഓർത്തഡോക്സ് പുരോഹിതന്മാരെ കണ്ടാൽ ഈ താടിയും വെച്ചിട്ട് ഉറുപ്പും എല്ലാം കണ്ടിട്ടൊരു അത്യാവശ്യം മുസ്ലിം ലുക്കിൽ അങ്ങനെ നമുക്ക് തോന്നും അല്ലേ. തെറ്റിദ്ധാരണ തിരുത്തിക്കോണം, നേരെ തിരിച്ചാണ്. ഇവരെയാണ് വേഷം കൊണ്ടും രീതി കൊണ്ടും മുസ്ലിങ്ങൾ അനുകരിച്ച്. അവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ സ്വാധീനമാണ് ഈ പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ അവരാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇവരുടെ വസ്ത്രത്തിലേക്കൊക്കെ ഇവര് അനുകരിച്ചതാണ്, തിരിച്ചാണ്. പോട്ടെ. അപ്പോ യോബ് 2000 കൊല്ലയുടെ മുമ്പാണ് അബ്രഹാമിന്റെ സമകാലം. ആ പേര് തന്നെ ഒരു അറബി പേരാണ്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പാർത്തിനും അറബിക്കാരും മെസപ്പൊട്ടേമിയരുമായ നമ്മൾ നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. അപ്പൊ അറബികളായ ആളുകൾ അന്നുകൊണ്ട് എല്ലാം മുസ്ലിംസ് അല്ല, അത് പറയാൻ പറ്റും. ബുക്ക് ഓഫ് ജോബിലെ ജോബ് ഒരു അറബ് പ്രമാണിയാണ്, വലിയ സമ്പന്നനാണ്. അതേ പാർത്തിരുന്നത് ഇന്ന് നമ്മൾ യോർദാൻ വിളിക്കുന്ന രാജ്യത്തിന്റെ ആ ഭാഗം, ഏതോ പുതിയ ഇതുമ്യ എന്ന് പറയും. ഇതിനിടയ്ക്കൊന്ന് നമ്മുടെ സലാലിൽ ഒരു കല്ലറയുണ്ട് മസ്കറ്റിൽ, അത് യോവിന്റെ ഏട്ടന്റെ അനിയന്റെ ഒന്നുമല്ല. ആ പഞ്ചായത്ത് വഴി പോലും വെറുതെ ആധാർ കാർഡ് മേടിക്കാൻ പോലും യോവ് വന്നിട്ട്, മനസ്സിലായില്ലേ? ഫ്രെയിം ചെയ്തിരുന്ന കഥയാണ്. നമ്മുടെ ആളുടെ അവിടെ ചെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് യോവിന്റെ കല്ലറയാന്ന് പറഞ്ഞ് പോരാറുണ്ട്. അത് ഫ്രെയിം ചെയ്തിരുന്ന കഥയാണ്. ഈ ശരിക്കുള്ള എദോമിയ എവിടെയാണ്? ഇതുമ്യ, യോർദാന്റെ അപ്പുറത്ത്. നമ്മുടെ മോവാബിയർ എന്നൊക്കെ പറയും. രൂത്തിന്റെ സ്ഥലവും യോവിന്റെ സ്ഥലമല്ലേ ഏതാണ്ട് അടുത്തടുത്തൊക്കെ. ഉമ്മനാടും ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. ഈ മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പോട്ടെ. അവിടെ അദ്ദേഹം സത്യദൈവത്തെ ആരാധിച്ചു പോന്നിരുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ കുറെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മൽക്കീസദേക്ക് അബ്രഹാമും തമ്മിലുള്ള കണ്ടത്തില് ഇതുപോലൊരു ഭക്തനായിരുന്നു ഈ കണ്ടത്തിൽ. മോശയുടെ അമ്മായിപ്പൻ, ഇവരെല്ലാം ഭക്തരായ മനുഷ്യരല്ല, ജാതീയ പുരോഹിതനൊന്നും അല്ല. ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ നിന്ന് ദൈവം ഇങ്ങനെ കണ്ടെത്തിയ കുറേ ദൈവമക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ അവർക്ക് ആ കൂട്ടുള്ള ഒരു ദൈവമകനായിരുന്നു. ജോബിന്റെ രോഗാവസ്ഥയിൽ മരണം ഉറപ്പിക്കുമ്പോൾ വരുന്ന ചിന്തകളിലൂടെ കടന്നുപോയിട്ട് ആഫ്റ്റർ ഡെത്ത് വാട്ട് വിൽ ബി ദ റിസൾട്ട് ഓർ ഇമ്പാക്ട്സ്, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ആ ചിന്ത ജോബിലൊരു ചോദ്യം ചോദിക്കാൻ കാരണം എന്താണ്? ചിലപ്പോൾ നമ്മുടെ ചില നിഗൂഢമായ അനുഭവസമ്പന്നമായ ചോദ്യത്തിന് പുറത്ത് ഉത്തരം കിട്ടത്തില്ല. നമ്മളിൽ തന്നെ കിടക്കുന്ന ഉത്തരം നമ്മളുടെ തരാൻ അധികം ആഗ്രഹിക്കുന്നു. നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ഇന്ന് വന്ന പ്രവാചകൻ എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചില്ല, അതിലൂടെ ഞാൻ ആഗ്രഹിച്ചു ഉത്തരം നമ്മളീ കാണുന്ന ധൃതിയൊന്നും അവന് ആവശ്യമില്ലെന്ന് ദൈവത്തിന് തോന്നി. നമുക്കത് സീരിയസാ, പക്ഷെ ദൈവം അത് പരിഹരിച്ചിട്ടിരിക്കുക, റെഡിയാക്കിയിട്ടിരിക്കുക. ഞാൻ അവരോട് പ്രാർത്ഥിച്ചത് ഇതിനൊരു ആലോചന കേൾക്കാനാ, പക്ഷെ ഒരു ആലോചനയും വരുന്നില്ല. ബൈബിൾ എടുത്ത് വായിച്ചു നോക്കി ഒരാശ്വാസ വചനം കിട്ടുന്നില്ല. ഈ ടെൻഷനൊക്കെ പിന്നെ എന്തിനാ ദൈവം തന്നെ? അതൊരു ബാലശിക്ഷ. അടിയൊക്കെ ഇല്ലെങ്കിൽ, അടിയില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കും. ഇടയ്ക്കൊക്കെ ഓരോ തല്ല്, ശരിയല്ലേ? ഈ തല്ലി കിട്ടുന്നതാണ് നമ്മളെയൊക്കെ നേരെയാക്കുന്ന ഘടകം. തമ്പുരാൻ തല്ലി എന്ന് പറഞ്ഞാൽ അത് സന്തോഷമല്ലേ? തല്ലിയത് ദൈവമാണെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഒരു കുഞ്ഞ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, ഏറ്റവും അധികം ദുഃഖിക്കുന്നത് പപ്പ തല്ലുമ്പോഴാണ്, അല്ലേ? അമ്മ തല്ലിയാന്ന് അവർ മൈൻഡ് ചെയ്യും, നമ്മൾ ആരണ്ട് മൈൻഡ് ചെയ്യും. പെമ്പിള്ളേരെ അമ്മ തല്ലി അടങ്ങറിപ്പിച്ച് കണ്ടിച്ചാന്ന് വഴക്ക് പറഞ്ഞു നോക്കിയ മോളെ, അച്ഛനെന്ന് വഴക്ക് പറഞ്ഞു നോക്കിയ മോളെ, ഭയങ്കര സമരമാണ്, ചോറും കഴിക്കില്ല. തല്ലിയ നിങ്ങള് മോളെ അടുത്ത് പിടിച്ചിട്ട് പോട്ടെ, ഇങ്ങനെ പറയുന്നേ. അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞില്ലേ അപ്പനും കഴിക്കാൻ തോന്നില്ല, പൊടിന് ടേസ്റ്റ് ഇല്ല. അപ്പൊ പറയും മോൾ അപ്പുറത്ത് കിടക്കുക, പോയി വിളിച്ചോണ്ട് വരും, എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര്, നമുക്കും 1 തുള്ളി കണ്ണീര്. ആ സുഖകരമായ ബന്ധത്തിലാണ് കുടുംബത്തിന്റെ സന്തോഷം. സ്വർഗീയ കുടുംബം ഇങ്ങനെയാണ്. ഇടയ്ക്ക് നമുക്ക് ഓരോ തല്ലൊക്കെ കിട്ടും രോഗമായിട്ട്.
ഞെരുക്കമായിട്ട് പെട്ടെന്നൊരു വിടുതൽ കിട്ടാതെ ചെറിയ പിണക്കമൊക്കെ ഉണ്ടോ നമ്മളൊന്നും ദൈവത്തിന് നമുക്കുള്ളൂ. ദൈവം ഒരു വികാര ജീവിയാ മനുഷ്യനുള്ള ബന്ധത്തിൽ, എന്റെ ഭക്തനുള്ള ബന്ധത്തിൽ. നിർവികാരതയല്ല അവിടെ. വൈകാരികമാണ് ദൈവം നമ്മളുടെ സ്നേഹം, സൈദ്ധാന്തികമല്ല. എഴുതി വെച്ച രേഖകളിൽ അപ്പൻ മക്കൾക്ക് ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നടത്തെ സ്ഥലം ഇന്ന കാര്യങ്ങൾ. അതേ അല്ല അപ്പന്റെ ബന്ധം. എഴുതി വെച്ചത് നിയമമാണ്. നിയമത്തിനപ്പുറത്താ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. എഴുതി വെച്ചേക്ക നിന്റെ അവകാശം. അതിന് പുറമേ ഞാൻ തരുന്നതൊക്കെ എന്റെ സ്നേഹം. പുറമേ തരുന്ന ചിലതാണ് എഴുതാതിരിക്കുന്നത്. സ്തോത്രം. എഴുതിയതൊക്കെ നമുക്കുള്ള വാഗ്ദത്വം എല്ലാം നമുക്കുള്ള. അനിയത്തിക്കും ചേട്ടത്തിക്കും ഒന്നും കൊടുക്കൂല, നമുക്കുള്ള. എഴുതാതെ ഇല്ലത് അപ്പനുണ്ട്. അനാ യാക്കോ പറയുന്നത്, ഞാനേ പടപൊരുതി ഈ പ്രായത്തിൽ വാങ്ങിയ മലഞ്ചരിവ് അത് വേറെ ആർക്കും കൊടുക്കരുത്, യോസഫിന് കൊടുക്കണം. അത് നിയമം പോലുള്ളതൊക്കെ ഉണ്ട്. പടപൊരുതി വാങ്ങിയത് പടപൊരുതി പ്രാർത്ഥിച്ച അനുഭവമുള്ളവന് വേണ്ടി മാറ്റിവെച്ച പോലെയാണ് നമുക്ക് ചെല്ലുന്നത്. സ്തോത്രം. അപ്പൊ ഇതിനാ പറഞ്ഞേ, ഇവിടെ ജോബിലൂടെയാണ് ഇതിലെ ഉത്തരം. ജോബ് മുഴക്കാൻ മടക്കി പ്രാർത്ഥിക്കുക, വേദനയ്ക്ക് നടുവിൽ. എല്ലാവരും ഒറ്റപ്പെടുത്തി, ഭാര്യ ഒറ്റപ്പെടുത്തി, സമൂഹം ഒറ്റപ്പെടുത്തി, കൂടെ വന്നവരും ഒറ്റപ്പെടുത്തി. ഇതൊരു വലിയ വിഷയമാണ്. ഈ വളരെ വയ്യാതിരിക്കുന്നൊരു മനുഷ്യൻ, മരണം മുമ്പിൽ കണ്ടൊരു മനുഷ്യൻ, ഇയാൾക്ക് വേണ്ടത് മരുന്നല്ല. സത്യത്തിൽ മരുന്നിനേക്കാൾ, ആഹാരത്തെക്കാൾ ഇയാൾക്ക് വേണ്ടത് നല്ല ധൈര്യം പകരുന്ന, ആത്മാർത്ഥതയുള്ള സൗഹൃദമാണ്. ഹല്ലേലൂയ. അതിന് ചെലവില്ലെന്ന് മാത്രമല്ല, വേറെ ചെലവുണ്ട്. സ്നേഹമുള്ളിലുണ്ടെങ്കിൽ ഈ ധൈര്യം കൊടുക്കാൻ പറ്റും. അവിടെ ഒപ്പം നിൽക്കാൻ ആളുണ്ടെന്നൊരു തോന്നൽ, ആ തോന്നൽ നിങ്ങളെ കരുത്തരാക്കും. യു ആർ നോട്ട് അലോൺ. ഞങ്ങളുണ്ടെന്ന് ധൈര്യമായിട്ട് നിൽക്കുക. ഈ ധൈര്യപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും, നമ്മൾ തോറ്റുപോകും. കാരണം എന്താ? അത്ര വീക്കാണ് ജീവൻ പ്രശ്നങ്ങൾ. അങ്ങനെ നിൽക്കുക. ചില രോഗങ്ങൾ അങ്ങനെ. ഞങ്ങൾ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് നിൽക്കേ. ഇത് ഞാൻ പൗലോസിൽ കാണുന്ന ഒരു അനുഭവമാണ്. അതൊക്കെ ഏറ്റവും നല്ല സൃഷ്ടി ചെയ്തതെല്ലാം ജയിലിൽ കിടക്കും. ഏറ്റവും നല്ല എഴുത്ത്, എന്തൊരു മൂർച്ചയാണ്. മരണത്തിന്റെ വിധി കൈപ്പറ്റിയിട്ടും ഒരു 3 ലേഖനം കൂടെ വെക്കും. ഏതൊക്കെയാണ്? തിമോത്തിയോസ്, തീത്തോസ്. അല്ലെ, തിമോത്തിയോസിന്റെ 2 പുസ്തകവും തീത്തോസിന്റെ. ഞാനതെപ്പോഴും ഇങ്ങനെ ഓർക്കാം. ക്ഷമിക്കണം. ഈ കൺവെൻഷനൊക്കെ ആളുകൾ, കുട്ടികൾ വിഷയിച്ച് പാട്ട് പാടും. നമ്മൾ കോയറിനെയൊക്കെ വിളിക്കണ്ട്, പ്രസംഗരും. ഈ പാട്ടുകാർക്ക് കുറെ ഡിമാൻഡ് ഉണ്ട്. കീബോർഡ് വായിക്കുന്നവൻ അവന്റെ ഡിമാൻഡ്, പ്രസംഗകൻ അവന്റെ ഡിമാൻഡ് പറയാതെ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് അല്ലേ? ഞാനിങ്ങനെ ഉത്തരം പറയും. ഒരു കീബോർഡുകാരൻ അത് നല്ല കഷ്ടപ്പെട്ട് അത് ചെയ്ത് പഠിച്ച് പണിയുണ്ട്, താരെന്താന്ന് പറഞ്ഞാൽ അവനത് കഴിഞ്ഞ് നമ്മളവനെ വിളിച്ചിട്ട് അവനവന്റെ തൊഴിലിന് ഒരു വില പറയുന്നത് തെറ്റൊന്നുമില്ല. ഇത്രയാണ് എൻ്റെ കോൺഷീറ്റ്. തെറ്റൊന്നും പാട്ടുകാരനും പറയും, പ്രസംഗകനും പറയും, പാസ്റ്റർക്കും പറയാം. ഞാനിവിടെ ഒന്ന് സൂക്ഷിക്കുന്ന കോൾഷീറ്റ് എന്നാണ് പറയും. അതിൻ്റെ തെറ്റ് അവരുടെ എഫർട്ടാണ്. പക്ഷെ അത് മിനിസ്ട്രി എന്ന് പറയാൻ പാടില്ല. ഒരു താലന്ത് മനസ്സിലായിക്കാണോ? ശുശ്രൂഷ വേറെയാണ്, താലന്ത് വേറെ. താലന്തിന് വില പറഞ്ഞോട്ട് അതെങ്ങനെ ശുശ്രൂഷയാകും? ഞാനൊരാൾ പറയണ്ടത് നിങ്ങളുടെ പാട്ട് ഓക്കെ, അതിന്റെ ക്വാളിറ്റിയും മേടിക്കണം. പക്ഷെ ഈ കരഞ്ഞുള്ള സാക്ഷിയൊന്നും പിന്നെ വേണ്ട. പിന്നെ ഗാനമേളയ്ക്ക് എത്തിച്ചാൽ പോയില്ല, പോകാൻ നമ്മൾ ഇവിടെ ചേർത്തിയോ? താലന്താണെ പൊക്കോണം. പ്രസംഗം ഒരു കലയാണെങ്കിൽ പ്രസംഗിച്ചോണം, അതിന് ഫീസും ഒക്കെ പറയാം. പക്ഷെ മിനിസ്ട്രി ആണെങ്കിൽ അതെന്താണെന്ന് പൗലോസ് എനിക്ക് അവിടെ ജയിലിൽ കിടക്കുന്ന പൗലോസിന്റെ വാക്കുകൾ എഴുതിയെടുക്കാൻ തേർത്തോസ് എന്നും സ്വസ്തനേസ് എന്നൊക്കെ പറഞ്ഞ പിള്ളേർ വരെ എഴുതിയെടുക്കാൻ. അത് പൗലോസാ അടുകെട്ടി പണിയാണ്. മോശം ടൈപ്പാണ്. അങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അവിടെ കൊണ്ട് ആറ്റയാ, നീ ഇതുകൊണ്ട് എഫസോസിൽ കൊടുക്കണം, അവിടുന്ന് തിരിച്ച് ഒനേസിമോസിനെ കണ്ട് ചിന്ന സാധനം മേടിച്ചുകൊണ്ട് വരണം, വേഗത്തിൽ വരണം. ഇതായി പറയും. ഈ 16 അധ്യായങ്ങളൊക്കെ റോമാലേഖനം ഇതൊക്കെ എഴുതിയ ശേഷം അവനും പറയും, ഈ കത്ത് എഴുതിയ സ്വസ്തനേസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു, ഇത് വിറ്റേഷൻ കൊടുത്ത് എഴുതിക്കുന്ന പോയി അത് ചെയ്തു ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന പൗലോസിന് ഈ കത്തെഴുതിയ ആളിന്
ഒരു ചായക്കാശ് കൊടുക്കാൻ നിർവാഹമുണ്ടോ? എത്ര അധ്യായം തുറക്കണം? ഒരേഹോറിൽ എഴുതുന്ന ഒരാളിന്റെ ബുദ്ധിമുട്ട് ഓർക്കണം. ഇത്ര എഴുതിയിട്ട് ഡൊസ്തനേസിന് പോകണം, അവന്റെ ഭാര്യ തന്നല്ല വഴിയെ പോയാൽ പിടിക്കും, പോലീസ് പിടിക്കും. എന്തുകൊണ്ടാ കൊണ്ടുവന്ന് ചോദിക്കും. കാരണം ഇത് തോലിന്റെ കെട്ടാണ്, ആട്ടിന്റെ തോലിൽ എഴുതിയിരിക്കുന്നത് വലിയ കെട്ടാണ്, തലയിൽ ചുമന്നോട്ട് പോകണം, ഭാരമുള്ള സാധനമാണ്. ഇതും കൊണ്ട് പോകുന്ന വഴിക്ക് പട്ടാളം പിടിക്കും, കടൽ വഴി പോകണം. ഇതും കൊണ്ട് എഫസോസിലും സ്മുർണയിലും ഒക്കെ കത്ത് കൊടുക്കാൻ പോകുമ്പോഴേ ഇത്രയും ത്യാഗം സഹിച്ചവൻ സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം ത്യാഗം കൊണ്ട് രൂപപ്പെടുത്തിയ പുസ്തകം ഈ ബൈബിള്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ ആണെന്ന് പറയുന്നത് പ്രസംഗിച്ചിട്ട്. ഇത് വെച്ചിട്ട് എനിക്ക് ഡിമാൻഡ് പറയുകയാണെന്ന്, നിങ്ങൾക്ക് ഡിമാൻഡ് പറയുകയാണെന്ന്, അത് മിനിസ്ട്രി ആവില്ല. മനസ്സിലായോ ദൈവത്തിന്റെ കാര്യം? മനസ്സിലായോ? അവ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്റെ വഴി കുമ്പനാടിലേക്ക് വഴിയല്ല, എന്റെ വഴി ഹെബ്രോൻ വഴിയല്ല. എനിക്കൊരു വഴി കിട്ടുന്നുണ്ട്, ഒരുത്തനും വളയ്ക്കാൻ പറ്റാത്ത വഴി, ആർക്കും തടയാനാവാത്ത വഴി, ആർക്ക് എന്ത് ചെയ്താലും ദ്രോഹിച്ച് ഉന്മൂലനം ചെയ്യാൻ പറ്റാത്തൊരു വഴി. ആ ദൈവം ആ വഴി കിട്ടെങ്കിൽ അടയ്ക്കാൻ പറ്റില്ല. ഇന്നലെ പറയാം, തെരുധരിക്കില്ല. നിങ്ങൾ അങ്ങനെ ധരിക്കില്ലെന്ന് എനിക്കറിയാം, ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ള ആളാണ്, സമൂഹത്തിലാണ് ഇതെല്ലാം പറയും. ദൈവമക്കളെ, ഇവിടെ കാണും യോബ് കിടപ്പിൽ ഈ വന്നിരിക്കുന്നവരെല്ലാം ജോബിനെ ഹരാസ് ചെയ്യും. നമുക്കിപ്പോ ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു രോഗിയെ അല്ലെ പുഷ്പയിലോട്ട് ചെല്ലും, വിഷമിക്കും. അവിടെ കയറി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും അതെല്ലാം എടുത്തൊരു നോട്ടോ. സൂക്ഷിക്കണം കേട്ടോ, ഇത് കേട്ടോ. പിന്നെ ഇയാൾ വായിച്ചോടെ എഴുതാൻ പോയി. ഇവനെ പേടിപ്പിക്കാതെ കിടക്കുന്ന മനുഷ്യനെ ഇതെല്ലാം എടുത്തിട്ട് 3-4 കാര്യമൊക്കെ മനസ്സിലായി, അനുഭവം കൊണ്ടൊക്കെ മനസ്സിലായി, വികാരം കൂടുതൽ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ. അതിന്റെ ഇതാ നമ്മുടെ ആ നിപ്പും ഭാവമൊക്കെ. ഇയാളെ ഈ ഓറഞ്ച് പേടിച്ചോണ്ടിരുന്നിട്ട് ഈ മനുഷ്യനെ കൊല്ലാനായി ചെന്നിരിക്കുന്നു. അയാളെങ്കിലും ജീവിച്ചോളൂ. മനസ്സിലായോ? ആ ധൈര്യപ്പെടുത്തണം. അതിന് 4 പേരെ അയ്യൂബിന്റെ അടുത്ത് ചെന്ന് ധൈര്യപ്പെടുത്താൻ. അതിലൊരു യുവാവ് പിന്നാലിരുന്നേ, അവനെ 3 പേരെ കൂടെ പറയുന്നില്ല, എലിഹു അല്ലേ, ഇരുന്നങ്ങ് പ്രസംഗം. പക്ഷെ രസമുണ്ടോ കേൾക്കാൻ? അപ്പൊ അമ്മാര് വന്നോണ്ടാ ഈ ചിന്ത ഇത്ര ശക്തിപ്പെട്ട. അതൊരു വസ്തുതയാണ്. നമുക്ക് പ്രതികൂലം ഉണ്ടല്ലോ, നല്ല ചിന്ത വരുന്നത് അല്ലേ, നല്ല ആശയം വരുന്നത് അങ്ങനെയാണ്. സ്തോത്രം. നിങ്ങള് ഈ ഡിബേറ്റിനൊക്കെ വരുമ്പോ എതിരാളി ഇങ്ങനെ പ്രകോപിപ്പിക്കും, കറങ്ങിത്തിരിക്കും. കേൾക്കാൻ വേണ്ടവർക്ക് അത് അറിയും എന്തിനായി ചെയ്യുന്നതെന്ന്. വേറെ പണിക്കാം. നമ്മളിങ്ങനെ ഒരു വിധത്തിൽ ഇവനെ പ്രകോപിപ്പിച്ച് കോപിപ്പിച്ച് നിർത്തുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇവനെ ചൂടാവും തിരിച്ചു. നമ്മളൊരു വിധത്തിൽ ഇവനിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ചൂടാകുന്നു. അതിന്റെ കാരണം വേറൊന്ന് ആത്മസംയമനത്തോടെ പറയാം. നമുക്കെതിരെ കുറെ പേരുണ്ടെങ്കിൽ ചിന്തകൾക്ക് നല്ല തീഷ്ണത കിട്ടുക. മനസ്സിലായി കാണും. അതായത് നമ്മളെ പൗലോസ് ദാവീദിനെ ഓടിക്കാനൊരു ശൗര്യമില്ല, ഇത്രയും നല്ല സങ്കീർത്തനം വലിയ. മനസ്സിലായില്ലേ? ജീവിതം മുഴുവൻ അങ്ങനത്തെ പ്രശ്നമാണ്. ഒന്ന്, ഈ വീട്ടില് അവഗണിക്കപ്പെട്ടൊരു കാര്യം, കാട്ടിൽ ചെന്നാല് സിംഹവും കടുവയും പുലിയൊക്കെയാണ്. വീട്ടിൽ വന്നാൽ ചേട്ടന്മാരുടെ ശല്യമാണ്. ഫീൽഡിൽ ചെന്നാൽ ഗോലിയാക്കി വെല്ലുവിളിക്കുക. കല്യാണം കഴിച്ചതാകട്ടെ ആ ഭ്രാന്തന്റെ ദുരാത്മ ഉള്ളവന്റെ മകളെ. ഇനി അവിടുന്ന് പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മോന് അബ്ശാലോം ഇല്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ ഇടയ്ക്കാ ഇത്രയും സങ്കീർത്തനം. എന്തൊരു പവറുള്ള വാക്കുകൾ അല്ലേ. ആ മനുഷ്യൻ പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. വെറുതെ എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ. അപ്പൊ നമുക്ക് നല്ല ചിന്തകൾ വരണേ. ചുറ്റും ഇങ്ങനെ സൈന്യം പാളയം ഇറങ്ങുമ്പോഴേ എന്റെ ഭയം പോകുള്ളൂ. നമുക്കൊക്കെ ഭയം പോന്നപ്പോഴാണ് പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുമ്പോഴും. ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ഭയം വരും. ഇവിടെ എന്താ ഭയമില്ലാത്ത? ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. നല്ല കൃപയുള്ള സഹോദരിമാരും ഇങ്ങനെ യോഗത്തിന് വന്നിരുന്ന് ഉറങ്ങും. അത് ഭൂതമൊന്നുമല്ല. ഇവിടെ ഭയപ്പെടണ്ടെന്ന് അവർക്കറിയാം. ഇവിടെ ദൈവമക്കളെ ഉള്ളൂ. സുരക്ഷിതത്വ ബോധം, വീട്ടിൽ കിട്ടാത്തൊരു സുരക്ഷിതത്വ ബോധം ഇതിനകത്ത് കിട്ടുമെന്നറിയാം.
അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് വിശാശാണെന്ന് മേലാ പറഞ്ഞേക്കില്ല. അത് കഴിയുമ്പോൾ ഉറങ്ങട്ടെ. വീട്ടിൽ കിട്ടാതെ ഒരു സന്തോഷമൊക്കെ അവിടെ കിട്ടുന്നെങ്കിൽ വേറെ ശല്യമൊന്നുമില്ലല്ലോ. ശ്രദ്ധിച്ചിരിക്കും. അപ്പോ ദാവീദ് ഇങ്ങനെയാണ് യോബിലേക്ക് വരാൻ. അദ്ദേഹം ചോദിക്കാറ്, ഇവരെല്ലാം ഇങ്ങനെ പീഡിപ്പിച്ചപ്പോൾ ഇവര് പറഞ്ഞില്ല എനിക്കിതൊക്കെ വന്നു, എന്റെ കാരണം നീ ഒരു പാവിയാണ്. ഇന്റൻഷണലി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് യോബിന്റെ വാദം. സ്വതസിദ്ധമായ തെറ്റിനപ്പുറത്ത്, മനുഷ്യന്റെ പരിമിതിക്കപ്പുറത്ത് ഇന്റൻഷണലി ഒരു സിൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച മുത്തുമുത്ത് അവസാനം ഇവര് പറഞ്ഞത് നീ മരിക്കും, പാവം ചെയ്യാത്തവനും മരിക്കും, പാവം ചെയ്യാത്തവനും രോഗം വരും. അവസാനം യോബ് ഒരു അനുഭവം പറഞ്ഞു, ഒരു പ്രഡിക്ഷൻ. അത് ഭയങ്കര തീർക്കാനാ പറയുന്നത്. ഞാൻ ദിവസം മരിക്കും, മരിച്ചാൽ എന്റെ ശരീരം നിങ്ങൾ ഈ ഏതോമിലെ അല്ലെങ്കിൽ ഊസ്ദേശത്തിന്റെ വേറൊരു പേരാണ് ഏതോ. വിലാപങ്ങൾ 4:21 വായിച്ചാൽ മതി, ഉത്തരം കിട്ടും. ബാക്കി നോട്ട് ചെയ്തു. അപ്പോ അവിടെ കണ്ട് നാമ്പുകല്ലുകൾ വെട്ടിയെടുത്ത ഒരു കല്ലറയിലാണ് ഞാൻ ജനിച്ച് മണ്ണിനോടൊന്നും ചെയ്തു. പൂര്യ മണ്ണാണ്. അതാണല്ലോ മനുഷ്യന്റെ വിധി. മനുഷ്യ ശരീരത്തിലെ ഈ ഘടകങ്ങളൊക്കെ മണ്ണിലുണ്ട്, മൂലങ്ങൾ മിക്കതുണ്ട്. അതൊക്കെ ഓരോന്നെടുത്തു. പക്ഷേ ഇങ്ങനെ എൻ്റെ ദേഹം ക്ഷയിച്ച് മണ്ണോട് ചേരുമ്പോഴും ഒരു ദിവസം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഈ പൊടിമേൽ നിൽക്കും. അങ്ങനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ദേഹസഹിതനായ, അതാ കറക്റ്റ് പരിഭാഷ. ചിലപ്പോൾ ദേഹരഹിതൻ എന്ന് കാണുന്നു. ദേഹസഹിതനായി ഞാൻ അവന്റെ മുഖം കാണും. അപ്പൊ ഉയർപ്പിനെ കുറിച്ചുള്ള ആ ചിന്ത പുതിയതല്ല, പണ്ടേ ഉണ്ട്. പണ്ടേ കിടക്കുന്ന ആ ചിന്തക്ക് ഒരു തടയിടാൻ ശ്രമിച്ചത് സദൂക്യനാണ്. നമ്മൾ കാണുന്നത് മനസ്സിലായില്ലേ? 22 വായിക്കണ്ട. അവിടെ യേശുവിനെ ഈ സദൂക്യര് നേരിടുക, പരീശന്മാര് സദൂക്യരും നേരിടുക. അപ്പൊ സദൂക്യര് ചോദിക്കുന്നത് രസകരമായ ചോദ്യം. ഒരുവൻ വിവാഹം കഴിച്ചു, അതിൽ മരിച്ചു. അപ്പൊ അവിടുത്തെ നിയമം അനുസരിച്ച് ഈ കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി, തലമുറ നിലനിർത്താൻ വേണ്ടി അടുത്ത സഹോദരൻ വിവാഹം കഴിക്കണം. ഇവരൊരു കഥ മനിക്കും. എന്താ കഥ? അയാള് മരിച്ചു, രണ്ടാമത് അനിയൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചു, അവനും മരിച്ചു. എത്ര മരണം വരെ നടന്നു? 7. പുനരുദ്ധാനം കഴിയുമ്പോൾ ഇവരെല്ലാം അവിടെ കാണുമല്ലോ. ഇവരിൽ ആർക്കാ ഭാര്യയാകും? നമ്മളാണ് അത്രയും ക്ഷമിക്കുക. അറിയൂ, ഇതൊന്നുകൂടെ പകർച്ചവ്യാധിയായിരുന്നു അല്ലേ? കെട്ടുകഥയായില്ലേ? നടക്കുന്ന കാര്യമല്ല. പക്ഷെ കഥയിലേക്ക് യോജിക്കുന്ന യേശു അങ്ങനെ വെട്ടിയില്ല. കർത്താവ് ഇതൊരു കണിശതയായിരുന്ന മറുപടി അതുവഴിയാ. അപ്പൊ അതാ മനസ്സിലായി, ഇവന്റെ ചോദ്യമില്ലേ നമുക്ക് ആ ഉത്തരം കിട്ടത്തില്ല. അപ്പൊ ചോദ്യം വരട്ടെ സമൂഹത്തിൽ നിന്ന്. ചോദ്യം ചെയ്യുന്ന മാറരുത്. ചോദ്യങ്ങൾ നമ്മളെ പ്രാപ്തരാണ്. എല്ലാത്തരം ചോദ്യങ്ങളും നേരിട്ടാണ് നമ്മളിവിടെ വന്നല്ലേ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മളിവിടെ അറമുറിക്കാൻ പോകുന്നു, നമ്മൾ സമരം ചെയ്യാൻ പോകുന്നു, പോലീസ് സ്റ്റേഷൻ വളയാൻ പോകുന്നു, കളക്ടറേറ്റ് വളയാൻ പോകുന്നു. എല്ലാവർക്കും നമ്മൾ ശത്രുക്കളും. ശരിയില്ലേ? എല്ലാവർക്കും ശത്രുക്കൾ, പാർട്ടിക്കാർക്ക്, മറ്റു മതസ്ഥർക്ക്, എല്ലാവർക്കും നമ്മളെന്തോ കുറ്റവാളികൾ. അതിന്റെ കാരണം എന്താ? ഈ ചോദ്യങ്ങളെ നേരിട്ടാ നമ്മൾ ഇവിടെ വന്നു, രൂപപ്പെട്ടു വന്നു. സ്തോത്രം. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ ഫിലദൽഫിയയില് താൻവലിച്ചാൻ്റെ ഒക്കെ ചർച്ചിലൊരു മീറ്റിങ്ങിന് പോയി. ഞാനവിടെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ ഈ മറ്റു സ്ഥലങ്ങളിൽ നടന്ന ഉണർവുകളുടെ കഥയും മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ നമ്മളെക്കുറിച്ചൊരു അധ്യായം ചേർക്കണം. പുതിയ സൺഡേ സ്കൂൾ സണ്ണിച്ചാനൊക്കെ പറ്റും, ടീഡേഴ്സിനൊക്കെ പറ്റും. സിലബസിൽ ഇപ്പൊ എന്തൊക്കോസ് എന്താന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പലരോടും പറഞ്ഞു. നമ്മളെ ടി ശംഭു സാറ് AG ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IPC ചെയ്യണം, എല്ലാ സഭകളും ചെയ്യണം. നമ്മൾ വന്നൊരു വഴിയുണ്ട്, അതിനകത്ത് ത്യാഗമുണ്ട് അല്ലേ? നമ്മൾ ഈ ഫൈറ്റിങ് വെച്ചുകൊണ്ടലും മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഇവരിങ്ങനെ മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ അതിന്റെ പ്രശ്നം ഉണ്ടെന്ന് ആ റിയാലിറ്റി എഗ്രി ചെയ്യും. അതിനപ്പുറത്ത് നമുക്കൊരു വാല്യൂസ് ഉണ്ട്.
ചർച്ച ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമൊന്നും അത് പറയാം. ഓർത്തോ പറഞ്ഞാണ് ഈ ചർച്ചകൾ വിശേഷിച്ച് മാർത്തോമ വരെയുള്ള ചർച്ചകൾ, മാവേലിക്കര പടിയോല എന്ന് കേട്ടിട്ടുണ്ടോ? ചർച്ച ഹിസ്റ്ററിയിലുള്ള നിരണം ഗ്രന്ഥവലി അത് കേട്ടിട്ടുണ്ടോ? അതെന്താന്ന് പറയാം. മാവേലിക്കര പടിയോല പറയാം. മിസറിമാര് ഇവിടെ വന്നു, ബെഞ്ചമിൻ ബേലി എല്ലാം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവര് ധരിച്ചത് ഈ യാക്കോബായിലെ ഉണർവ്, അല്ലെ ഓർത്തഡോക്സ് സഭകൾ അന്ന് കാണിച്ച ഒരു ഉണർവ്, അവർക്ക് വിപരീതമായിട്ട് അപ്പുറത്ത് കാത്തലിക്സ് നിൽക്കുക, പഴയ വൈരാഗ്യം നിൽക്കുക, സ്വാഭാവികമായി ഇവരെ തങ്ങളുടെ കൂടെ കിട്ടുമെന്ന് മിഷണറിമാര് ധരിച്ചു. അതിന് വേണ്ട എല്ലാ സഹായവും ഇവരിട്ട് മാറുന്നു. മാറാതിരിക്കുമ്പോഴാണ് ഈ മാവേലിക്കര പടിയോല വഴി മിഷണറിമാരുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. ഞങ്ങൾക്ക് മിഷണറിമാരായിട്ട് ബന്ധമില്ല, ഇതുവരെ ചെയ്തതിനൊക്കെ നന്ദി. കാരണം മിഷണറിമാര് ഇവിടെയുള്ള ദുരാചാരങ്ങളെ പറഞ്ഞു ചർച്ചയിൽ വരും. ഇപ്പൊ കടമറ്റത്തെ പൂജ ഇത്യാദി ഒന്നും പറ്റുകയില്ല, ബൈബിൾ പഠിപ്പിക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റി എതിർത്തു. അവിടുന്ന് ഈ മാർത്തോമ സഭ രൂപപ്പെട്ട് വരുന്നതിന്റെ ഒരു കാരണം നമുക്ക് നമ്മളായിട്ടൊന്ന് മാറണം. തനി ഇന്ത്യൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് മാർത്തോമ. ഇന്ത്യയിൽ പെന്തക്കോസ് പോലും കുറെ വൈദേശികമാണ്. അപ്പൊ ഇത് മാർത്തോമയ്ക്കാണ് ഒരു ഇന്ത്യൻ ട്രഡീഷനും ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു ചർച്ച. അപ്പൊ മരാവുണ്ട്, കൺവെൻഷനുകളുണ്ട്, പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ നടക്കുന്നു. ഈ ബ്രദറൻ സഭ രൂപപ്പെടുന്നു, കഞ്ഞീറ്റ് മേഖലകളിലൊക്കെ വലിയ ചർച്ചകൾ രൂപപ്പെടുന്നു. നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ പൂവത്തൂര് ഇവിടെല്ലാം വരുമ്പോഴേ മിഷനുമായിട്ട് കാഴ്ച ആളുകൾ ധാരാളം വരുന്നു. പെന്തക്കോസ്ത് സഭകൾ വരുന്നൊരു വഴിയാണ് പറയുന്നത്. എന്നാൽ ഈ സഭകൾക്കകത്തല്ല ഒരു മ്ലാനത. മ്ലാനത എന്ന് പറഞ്ഞാൽ സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, ചിന്തയുണ്ട്, പാട്ടുമുണ്ട്. ഒക്കെ പാട്ടറിയാലോ. എല്ലാ വഞ്ചനകളും ഇല്ലായ്മ ചെയ്യണമെന്ന് അവർ പാടിയ എല്ലാ വഞ്ചേനകളും ഒന്നായിട്ട്, എല്ലാ വഞ്ചനകളും ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ വഞ്ചേനകളും ഇങ്ങനെ ആയിപ്പോയി. മ്യൂസിക് എല്ലാം വെസ്റ്റേൺ ആയുണ്ടല്ലേ. അപ്പം നല്ല പാട്ടാണ്, എനിക്ക് ഭയങ്കര ആസ്വാദ്യമായി തോന്നുന്ന പാട്ടാണ്, ആസ്വദിക്കാൻ പറ്റിയ പാട്ടാണ്. നമ്മുടെ ഈ വേളത്തെക്കാളൊക്കെ ഒത്തിരി ഹൃദയം ചെന്ന് അതിനിങ്ങനെ സ്പർശിക്കും. പോട്ടെ. ഈ ഇങ്ങനെ എനിക്ക് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുണ്ട് ഒരു ഉപദേശം അങ്ങ് തിരുനെൽവേലിയെല്ലാം കടന്ന് കേരളത്തിൽ വന്നേ പണിയാണ്. പള്ളിയുടെ അടുത്ത് പോയി നിൽക്കും. അപ്പ്യാരി വന്ന് പള്ളി തുറക്കും, പുള്ളി ഇതിനകത്ത് കയറി പ്രസംഗിക്കും. അച്ഛൻ വരാനൊക്കെ സമയം എടുക്കുന്ന നേരം കൊണ്ട് 15 മിനിറ്റ് പുള്ളി കിട്ടും എന്ന് പ്രസംഗിക്കും. പ്രസംഗിച്ച് കഴിയുമ്പോഴേക്ക് ആളുകൾ കരയാനിരിക്കും. അപ്പോഴേക്ക് അച്ഛൻ വന്നു, കാര്യങ്ങൾ ഉപദേശിച്ച് അവിടെ നടത്തു. അപ്പൊ ഇങ്ങനെ തിരക്കുന്നുണ്ട്, ഇത് ആരാ തിരക്കുന്നുണ്ട്. അവസാന ഘട്ടം ഇയാളിനെ അറിയാത്തതുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ഇവരുടെ കൂടി പറയാൻ തുടങ്ങി. പാണ്ടിക്കാരൻ ഉപദേശിക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. ഇത് ചരിത്രത്തിലുള്ള പേരാണ്, സഭാചരിത്രത്തിലുള്ള പേരാണ്. അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് നമ്മുടെ പള്ളത്ത് കേന്ദ്രമാക്കി പ്രവർത്തിച്ച ബെഞ്ചമിൻ ഹെൻറി ബേക്കർ ജൂനിയർ ആളുടെ ഇതെന്തോ കളി. കാരണം പള്ളിക്കകത്ത് ഭയങ്കര ബഹളം, കയ്യടി, കണ്ണുനീര്. അങ്ങനെ വന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരാളുടെ പേരാ സാക്ഷാൽ അത്തനാസിയസ്. അദ്ദേഹം വരെ വന്ന് കേട്ടു ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആധികാരികത. കാരണം അന്വേഷിക്കാൻ ആളിട്ടപ്പോ ആള് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഇതേ ഉപദേശിയുടെ കയ്യിൽ എന്തോ പൊടിയുണ്ട്. പുള്ളി അതിങ്ങനെ വാരി വിതറുമ്പോഴും ആളുകൾ ഈ കുലുങ്ങും ചാടുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഹെൻറി ബേക്കർ ചോദിച്ചു, അതെന്തോ പൊടിയാ? ഈ അന്വേഷിച്ചാൽ പറയാം. അതിന്റെ പേരെന്ന് പറയുന്നില്ല, ഏതാണ്ട് ഒരു പാണ്ടിപ്പൊടിയാ. സംഭവം വെച്ചാൽ പുള്ളി ഈ ആത്മശക്തി വന്നു കഴിയുമ്പോ ഇങ്ങനെ നിന്ന് കൈ വെക്കും. ഇതിനായി പറഞ്ഞു. ക്രമേണ ഇത് അന്വേഷിക്കാൻ ഈ ഹെൻറി ബേക്കർ നേരിട്ട് വരുമ്പോ പുള്ളിയെ നിരോധിക്കാൻ വേണ്ടി വന്ന നിരോധന ഉത്തരവെല്ലാം കൊടുക്കും, ഒറ്റ പള്ളി കേട്ടിട്ടെന്ന്. അപ്പോഴേക്കും തന്നെ ഹെൻറി ബേക്കർക്കും ഈ ആത്മശക്തി ആരംഭിക്കാൻ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സാക്ഷ്യം പറയുന്നത്. അപ്പൊ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം ഇതാണ്ട് അവിടെ ആക്കുന്നത്. അവിടുന്ന് പിന്നെ വിദേശ മിഷണറിമാര് വരുന്നു, മേരി ചാപ്മാൻ വരുന്നു, നമ്മുടെ ബുക്ക് സാഹിബ് വരുന്നു.
ഇതൊക്കെ പക്ഷെ അതിനു മുമ്പേ ഇവിടെ ഉണർവ് രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. തികച്ചും ഭാരതീയമായ ശൈലിയിൽ ഉണർവിന്റെ ഒരു തീപ്പൊരി വീട് കഴിഞ്ഞിരുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യര് മാർത്തോമാ സഭയിലും ഒക്കെ ഉണ്ടായി വന്നു. ഉണർവ് ശരിക്കും അതിന്റെ തീപ്പൊരി വീണു, അത് ആള് കത്ത് കഴിഞ്ഞു. പക്ഷെ കെടുത്താനുള്ള ഒത്തിരി ശ്രമങ്ങൾ നടന്നു. നമുക്കൊരു കാര്യം അറിയാം, ഈ ഉണർവിനെ ഏറ്റവും എതിർത്തത് നമ്മുടെ സഹോദര സഭകളായ ബ്രദർ. ഇത്രയും ബാക്കിയൊക്കെ അവർ നമ്മുടെ താല്പര്യമാണ്, ഇത് മാത്രം എതിർത്തു. പക്ഷെ ഇന്നാലോചിക്കണം, നമ്മളെവിടെ നിൽക്കുന്നു, നമ്മുടെ ഒരു സെന്റർ അവിടെ നിൽക്കുന്നു, ആഗോള ഭദ്രസഭ ഇവിടെ നിൽക്കുന്നു. എന്താ കാര്യം? ഇത്രയും ഊതിക്കെടുത്ത് നശിപ്പിക്കാൻ നോക്കിയിട്ടും 100 കൊല്ലം കൊണ്ട് നമ്മൾ 100 അല്ല 10,000 ഇരട്ടിയായി. ഒരു കാര്യം ദുഃഖം വേണ്ട, നമ്മൾ വളരുക തന്നെ ചെയ്യും. സ്ഥിതിഗതികളൊക്കെ അങ്ങനെ അങ്ങ് മാറും, അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരും. അപ്പോഴേ അതിലെ വിഷയം എന്താ? ആ വിഷയത്തിന്റെ അടിസ്ഥാനം ഈ ചോദ്യം ചോദിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ നശിപ്പിക്കാൻ പാകത്തുള്ള ശബ്ദങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആരുമില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ഉത്തരം തേടും. ആദ്യകാല നിവാസന്മാർക്ക് ആർക്കും ഇന്ന് കാണുന്ന സംവിധാനം ഇല്ല പഠിക്കാൻ. എവിടെ പോയി ഉത്തരം പറയും? പക്ഷെ അവർ ഇരുന്ന് കൃത്യം ഉത്തരം കൊടുക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ കാണിച്ച ആ മനസ്സിന്റെ ആനുകൂല്യം പറ്റിയ ഞാനിവിടെ നിൽക്കുന്ന നിങ്ങളിവിടെ ആ ത്യാഗം പറ്റില്ല. എന്ത് പഠിപ്പാക്കാൻ പറ്റിയ? പഠിക്കാൻ എന്ത് സ്രോതസ്സം ഉണ്ടായിരുന്നേ? ഒരു സ്രോതസ്സില്ല. ചെറിയ കുറെ അനുഭവങ്ങൾ. അന്നും ശക്തിയുക്തം നിന്ന ബഹുമാനപ്പെട്ട പരേതനായ ടിയുമൻ അപ്പച്ചനെ പോലെയുള്ള ആളുകൾ, PM മുലു സാർ, അങ്ങനെയൊക്കെ ഒരു തലമുറയുണ്ട്. അവർക്ക് കുറെ സ്രോതസ് കിട്ടി. വൈദേശികമായ ബന്ധങ്ങളുടെ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റി, അറിവിന്റെ ലോകത്തേക്ക് ചെല്ലാൻ പറ്റി. പക്ഷെ എല്ലാവരുടെയും എത്തിയില്ല. അവർ പ്രാർത്ഥിച്ച് കിട്ടിയ ആലോചനകൾ കൊണ്ട് സഭയെ ഉത്തേജിപ്പിച്ചപ്പോൾ പൊരുന്തിൽ സംഭവിച്ച പോലെ തകരാൻ കിടന്ന പൊരുന്ത് സഭ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന കാഴ്ച. അതിനാ പിന്നെ വരുന്ന പൊരുന്തിലെയൊക്കെ അഭിനന്ദിച്ചായിരുന്നു. തകർന്നവനെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ്. ഉണർവ് അങ്ങനെയാണ്. സ്തോത്രം. അപ്പൊ ഉയർപ്പ് എന്ന് പറയുന്നതിന്റെ ആമുഖത്തിന്റെ പേരാ ഉണർവ്. എന്റെ ആമുഖം ഉണർവ്. ഉയർപ്പിന്റെ ആമുഖമാണ് ഉണർവെന്ന് പറയാൻ കാരണം എന്താ? കുറെ തെളിവുകളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇത്രയും ജോബിന്റെ ഇതിലേക്ക് എത്തി. കർത്താവിന് മറുപടിയും കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പുനരുദ്ധാന ശരീരികളായി നിത്യതയിൽ ചെല്ലുന്ന ആളുകൾ ദൂതതുല്യരാണ്. ദൂതൻ ഒരു ജനിസ് ആണ്. അത് ഒരു ജെൻഡർ, മെയിലെന്നോ ഫീമെയിലെന്നോ പറയാൻ കഴിയും. മെയിലും ഫീമെയിലുമായി 2 ജെൻഡർ ഈ ഭൂമിയിൽ തന്നിരിക്കുന്നതിനാ? പ്രത്യുൽപാദനത്തിനാ? തലമുറകൾ നിലനിൽക്കാനാ? സന്താന വസ്തുക്കളവരായി വർദ്ധിച്ചു വരാനാ? നിത്യതയിലേക്കുള്ള പ്രവേശനം അങ്ങനെയുള്ളൊരു ഗ്രോത്ത് അല്ല. പിന്നെ വീണ്ടും ജനനമാണ് അവിടേക്ക് വരാനുള്ള വഴി. വീണ്ടും ജനനത്താല് നിത്യതയിലെത്തുള്ളൂ. സ്വാഭാവിക ജനനത്താലാണ് ഭൂമിയിൽ വസിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മക്കൾ വിവാഹത്തിന് കൊടുക്കുന്നു, വാങ്ങും. നിത്യതയിൽ അങ്ങനല്ല. നിത്യത പിന്നെ എങ്ങനെയാണ്? കൃത്യമായി നിർവചിച്ചു പോകും. നമ്മൾ ദൂതതുല്യരാകും, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ സ്ത്രീയായി സൃഷ്ടിക്കപ്പെട്ടതും നമ്മൾ പുരുഷന്മാരായി സൃഷ്ടിക്കപ്പെട്ടതും ഭൂമിയിലെ മാത്രം പർട്ടിക്കുലർ ടൈമിലേക്ക്, ടൈം ബീയിങ് ആണ്. അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ദൂതതുല്യരായിട്ട് കർത്താവിനോട് കൂടെ. അപ്പോൾ ആദ്യം കർത്താവ് പരീശന്മാർ സദൂക്യരുടെ ഈ ബോധത്തെ പറ്റി പ്രത്യുൽപാദനക്ഷമത നിറഞ്ഞ ഒരു ലോകമല്ല അവിടെ അപേക്ഷിക്കുന്നത്. ഉയർപ്പിനാൽ നമുക്ക് കിട്ടുന്ന ശരീരം അത്തരത്തിലൊന്നല്ല. അപ്പൊ ആ ബോഡിയുണ്ട് എന്ന് ഞാൻ ക്രമേണ പറയാം. അപ്പോഴേക്ക് സമയത്ത് ഇത് അപ്പൊ സ്വാഭാവികമായിട്ട് വരാവുന്ന അടുത്ത ചോദ്യം പൊരുന്തിൽ വരുന്നു. ഒരുവൻ ചോദിക്കുന്നു, എങ്ങനെ വെക്കുന്നു, ഏത് വിധം ശരീരത്തോടെ വരുന്നു എന്ന് ചോദ്യം. ആ ചോദ്യം നമുക്കുണ്ട്. അതിന്റെ മോഡ് ഓഫ് റിസറക്ഷൻ എന്താണ്, പിന്നെ അതിന്റെ നേച്ചർ ഓഫ് ബോഡി എന്താണ്, ഇത് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പൗരസ്വരൽപ്പം കട്ടിക്ക് വരുന്ന മൂഢ എന്ന് വിളിക്കുന്നു. അത്ര വിളിക്കാൻ കാരണം എന്താ? ആ റെക്കഗ്നിഷൻ, അത് നാച്ചുറലായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? പറയാം. നിങ്ങൾ കൃഷിക്കാരനാണ്, നിങ്ങൾ കൊണ്ട് വിതയ്ക്കുന്നു. നിങ്ങൾ വിതയ്ക്കുമ്പോൾ ഈ വിതയ്ക്ക് വേണ്ടി വെച്ച വിത്തുണ്ടെന്ന്, ആ വിത്ത് അങ്ങനെ രൂപപ്പെടുന്നു. അത് ചാരമൊക്കെ ഇട്ട് കെട്ടി, പയർമണികൾ നമ്മൾ പണ്ട് ഈ പുകയടിക്കാൻ ഭാഗത്തിനടുത്ത് കെട്ടിയിടും. അതിങ്ങനെ അവിടെ കിടക്കുന്നു. ആ പയർമണിക്ക് മാത്രം പ്രത്യേകതയുണ്ട്, അത് ഏതാണ്ട് ചത്ത അവസ്ഥയിൽ.
ആണോ? അതിലെ ആ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടു, ദ്രാവകാംശം മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് അതിന്റെ പച്ചപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ഉണങ്ങി അവിടെ ഇരിക്കുകയാണ്, ചത്തു. അങ്ങനെ ഗോതമ്പ് ചത്തു എന്ന് പറയാം. അതിന്റെ ജീവന്റെ തുടിപ്പെല്ലാം നഷ്ടപ്പെട്ടു. അത് ആദ്യത്തെ മഴ വരുമ്പോൾ കർഷകന് മാത്രം ഒരു ആവേശം. അയാൾ പിറ്റേന്ന് ചെന്ന് മണ്ണെല്ലാം ഇണക്കി രാവിലെ തന്നെ അവിടെ ഇറങ്ങി, ജോലി സ്ഥലത്തിറങ്ങി കൃഷിയിടം മുഴുവൻ വൃത്തിയാക്കി ഇതിങ്ങനെ കുഴിക്കുമ്പോൾ നമുക്കൊക്കെ അത്യാവശ്യം അറിയാം. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് അത്ര പരിചയം പോരാ, കാരണം ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ടില്ല. അപ്പൊ നമുക്ക് ചെയ്യുന്ന അപ്പനെ നോക്കുമ്പോൾ കുഞ്ഞിന് തോന്നുന്നു പപ്പ ഇതെന്തോ കാണിക്കുന്നു. കാരണം മണ്ണ് മാറ്റുന്നു, ഒരു നിർജീവ പയർമണി അതിലേക്ക് ഇടുന്നു, പയർമണി കൂടുന്നു, അതവിടെ കിടക്കും. ശവടക്കോൽ തന്നെ അറിയാത്തൊരു കുട്ടിക്ക് ശവടക്കൽ, അറിയുന്ന നമുക്കിത് കിളുത്ത് വരാനാണ്. അതിനെ മൂടാന്ന് വിളിച്ചു. മൂടാന്ന് വിളിക്കാൻ കാരണം എന്താ? അറിയാവുന്നവൻ ആളോട് പറഞ്ഞു കൊടുക്കുക, നീ അറിയേണ്ടതാ. എന്താണ് കാര്യം? ലോകത്തിലെ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും വലിയ പവർ ഗ്രാവിറ്റിയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു, അല്ലെ തിരുത്തിയേക്കണം കേട്ടോ. ഗ്രാവിറ്റി എന്താ? ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. ഈ ഗ്രാവിറ്റിക്ക് വിപരീതമായ ചില ചലനങ്ങൾ ലോകത്തുണ്ട്. ഗ്രാവിറ്റി എതിർക്കുന്ന ഒരു ചലനമാണ് നമ്മുടെ വളർച്ച മുകളിലേക്ക്. ചെടിയും മരമൊക്കെ മുകളിലേക്ക് വളരുന്നത് എങ്ങനെ? ആന്റി ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് പിടിക്കുക. നിസ്സാര സംഭവമല്ല. ചെറിയ വയർമണി പിടിക്കുന്ന ആർക്കെതിരെയാ? ഭൂമിയുടെ വലിയ ബലത്തിനെതിരെയാ ഈ പിടി. മനസ്സിലായോ? എന്താ പറയാ, ഈ കൊച്ചു കുട്ടികൾക്ക് ചില രാത്രികളിൽ കാലിൽ വല്ലാതെ വേദന വരുന്ന കരയുന്ന കണ്ടിട്ടുണ്ട്. ഇടാത്ത വേദന. അത് കരയുമ്പോൾ നമ്മൾ ഓർക്കും ഏതാണ്ട് സാത്താന്റെ പോരാട്ടമാണ്. ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, സഹിക്കാൻ വയ്യാൻ ഈ ചെറുക്കനെ സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കും. അവനായി പ്രശ്നമല്ല അവിടെ ഉണ്ടാക്കി. അവനെ കണ്ടെല്ലാം പഠിച്ചിട്ട് PG പഠിച്ചേച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഇനി പോരുക. അവനെ ആരും ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രാർത്ഥിച്ചു, പക്ഷെ അവനെ സമർപ്പിക്കരുത്. അവൻ മാറാൻ പ്രാർത്ഥിച്ചു, ശരിയല്ലേ? നിസാര ഒരു കാര്യമാണ്. ഇതെന്താന്ന് വെച്ചാൽ ഈ അസ്ഥിയൊക്കെ വളരും. നമ്മുടെ പല്ല്, പ്രായമുള്ളവരുടെ പല്ല് മുളയ്ക്കുമ്പോൾ വേദന വരുന്നവരെ മാംസവും അസ്ഥിയും തമ്മിൽ ആ പ്രഷർ ഉണ്ടല്ലോ, താങ്ങാനാവാത്ത വേദനയാണ്. നമ്മളല്ലേ ഇത് അനുഭവിച്ച മറന്നുപോയത്. ഇതിനെതിരെ വരുന്നുണ്ടോ? ഭൂമിക്ക് എതിരെയുള്ള പിടിയാണ്. അതുകൊണ്ടാ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ നല്ല നടുവേദന. കാരണം ഭൂമിയായിട്ട് ഇത്ര അകലമാണ്, നിലത്ത് കാര്യം കിട്ടുന്നില്ല. ഞാൻ ചെയ്തൊരു കാര്യം പറയും. ചോറുമൊക്കെ കൂടിയപ്പോ പ്രഷറുമൊക്കെ കൂടിയപ്പോ മരുന്നേ എടുത്തില്ല. ഇട്ടത് കുറെ ചരൽ പിരിച്ചിട്ടുണ്ട്. അതിൽ രാവിലെ ചെരുപ്പില്ലാതെ നടക്കണം. പച്ചവെള്ളം കുടിച്ചിട്ട് കുറേ നേരം നടന്ന് ഓട്ടോമാറ്റിക്കലി കണ്ടുകൊണ്ടാകും നല്ല സുഖവാശത്ത്. കാരണം എന്താ? ഈ മണ്ണിലെ ആ ചെറിയ ആ ഗ്രിപ്പൊക്കെ ചെരുപ്പ് വിട്ടരുത്. അങ്ങനെ കുറേ നടന്ന് ഒരു 4 മാസമൊക്കെ നടന്നു കഴിഞ്ഞാൽ പാടെ ഭയങ്കര മാറ്റം. അപ്പൊ എന്തിനാണെന്നില്ല, മണ്ണുമായിട്ട് ബന്ധം വേണം. ശരീരത്തിൽ കാര്യമായിട്ട് മണ്ണുമൊക്കെ തമ്മിൽ ബന്ധം വേണം. ഇത് നാച്ചുറലി അതാണ് കാര്യം. ഇതിലുള്ള ടച്ചൊക്കെ വിട്ടുപോയി, ട്രീറ്റ് ചെയ്യണമെന്നല്ല. അപ്പോ നമുക്ക് വേദന വരും, മുകളിലേക്ക് പോകും, പ്രയാസം വരും. അതുകൊണ്ടാണ് പണ്ടൊരു കുട്ടിയോട് ഒരു ചോദ്യം വന്നു. നമ്മൾ വലിയ വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ കയറുമ്പോൾ എന്തുകൊണ്ടാണ് കൈകാലുക്ക് വേദന വരുന്നതെന്നൊരു ചോദ്യം. കാരണം ഇത് ഈ ഗ്രാവിറ്റി. അതിനൊരു മിടുക്കനായ വയൻ എഴുതി, നമ്മളങ്ങനെ കയറാൻ പോയത് എന്തിനാ, അതുകൊണ്ടാണ് വേദന വരുന്നത്. കുട്ടികളുടെ ഒക്കെ ഓരോ ബുദ്ധിയുണ്ട് അല്ലേ? ഇവിടെ നിന്നാ അത് വരുമായിരുന്നു. എന്റെ കാരണം ഇത്രേ ഉള്ളൂ, അത് കയറുന്നതുകൊണ്ട് തന്നെ. ഭൂമി അങ്ങോട്ട് പിടിക്കുക, ഞാൻ തിരിച്ചു പിടിച്ചു. അങ്ങനെ പിടിച്ച് 50, 60, 70, 80 വയസ്സ്, 55 വയസ്സ്. അപ്പോഴൊക്കെ ഭൂമിയോട് നമ്മൾ പറയുന്നുണ്ട്, നീ കുറെ നോക്കി, വയസ്സ് 80 വല്ലതും പറ്റിയോന്ന് ചോദിച്ചാൽ ഈ വളരുന്നു. ഭൂമി ഇങ്ങനെ കിടക്കുക. ഒരു ദിവസം ഭൂമി പറയും, പോരെ. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലമാണ് ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലമാണ് അല്ലേ? ശവക്കുഴി അല്ലേ? അങ്ങോട്ട് ഭൂമി ഒന്ന് പിടിക്കും. ഗ്രാവിറ്റി അവിടെ തീരുക.
അവിടേക്ക് പിടിച്ച് നമ്മളെ ഒതുക്കി. അപ്പൊ ഗ്രാവിറ്റിക്ക് വിരുദ്ധമായി ഭൂമിയോട് അടലാടി തനി വളർച്ച. ഇതുപോലെയാണ് ഒരു ചെടി. ആ ചെടി കൊണ്ട് കുഴിച്ചിട്ടു. ഒരു ചെറിയ പയർമണിയാണ്. ഇത്രയും ബൃഹത്തായ ഭൂമിയുടെ ശക്തിയോട് പോരാടി, ഇത്രയും ശക്തിക്കെതിരെ പോരാടി അതൊന്ന് ചാടി പുറത്തോട്ട് വരിക, വേര് താഴേക്ക് ഓടുന്നു, പുറത്തേക്ക് വരിക. എന്നിട്ട് ആ മുസ്ലിം പറയാണ്, നമ്മൾ വിതച്ചെന്താ? ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയും മണി അത്രയും. അപ്പോ കിട്ടിയതെന്താ? ഉണ്ടാകുവാനുള്ള ശരീരം അല്ലല്ലോ വിതച്ചത്, നമ്മൾ കൊണ്ട് മൂടിയിട്ടതേ. ഉണ്ടാകാനുള്ള ശരീരം അല്ല, വേറൊരു ശരീരം കൊണ്ടങ്ങ് മൂടി. ഇപ്പോഴൊരു കാര്യം പഠിക്കും, നമ്മൾ ഈ ശ്മശാനത്തിൽ കൊണ്ട് ഇട്ടത് ഉണ്ടാകാനുള്ള ശരീരമല്ല, അതിവിടേക്കുള്ളൊരു ബോഡിയാണ്. അതിന്റെ കാരണം ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടന. അതിന് മറുവശത്തിൽ ഉത്തരം പറയാം. ഈ ശരീരം കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, മനുഷ്യൻ നരകത്തിൽ പോകുന്നത് ഈ ശരീരം. കാരണം നരകത്തിൽ പോകാനെങ്കിലും ഈ ഒറ്റ കത്തിന് തീരാത്ത ശരീരം വേണം. ഒരു വിഷയം, തീയിട്ട ഉടനെ കത്തിപ്പോകുന്ന ശരീരം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതിനാണ് അവന് ഉയർപ്പ് വെച്ചിട്ടുണ്ട്, വേറെ പുനരുദ്ധാനം അവന് വെച്ചിട്ടുണ്ട്. മരിച്ചവർ ആവാല വൃത്തം നിൽക്കണം. എന്തിനാ? അതിന് പറ്റിയൊരു കുഴപ്പം. ഇവരെല്ലാം പിന്നെയും മരിച്ചു. ലാസർ, യായിറോസിന്റെ മകള്, പള്ളിപ്രമാണി, ഇതെല്ലാം മരിച്ചു. ഞാനിതൊരിടത്ത് പറഞ്ഞപ്പോ ഒരുത്തം പറയാ, ചാടി എഴുന്നിട്ട് പറയാ, അവര് മരിച്ചു എന്ന് തെളിവ് തരണം. ഞാൻ പറഞ്ഞ അവര് ജീവിച്ചിരിക്കുന്ന എവിടാന്ന് പറഞ്ഞാൽ മതി, ഞാൻ നാളെ പോയി കൊണ്ടുവരാം. എന്റെ ആവശ്യം അല്ല, എനിക്ക് ഒന്ന് കാണണം. 12,000 വയസ്സിൽ ലാസറിന് കാണുന്നു. എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവരാം. എന്റെ ചെലവ് കൊണ്ടുവരാമെന്നു. നിങ്ങളതൊന്നും വിഷമിക്കണ്ടേ. എവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു, പ്രൊഡ്യൂസിങ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്സ്, കോർട്ടിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവരാം. മരിച്ചു മരിച്ചു കരുതേണ്ട കാര്യമുണ്ടോ? മരിച്ചു. യേശു മരിച്ചില്ല. എന്റെ കാരണം ഈ ശരീരത്തിന്റെ പ്രത്യേകത പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം ദ്രവത്വം കാണാത്ത, ദ്രവിച്ചു മണ്ണിൽ ചേരാത്ത, പുഴുക്കൾ അരിക്കാത്തത്. ഇവിടെ ആകപ്പാടെ പിന്നെ കാണാൻ പറ്റില്ല. ഈ ശരീരം, യേശുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത, ഇത് ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യത്വം എടുത്തപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൽ പീഡകളും വേദനകളും എല്ലാം സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. പുത്രൻ ഏൽപ്പിച്ചു കൊടുത്താണ്. ആ പീഡകൾ, വേദനകൾ അനുഭവിച്ച ശരീരം യാഗമെന്ന നിലയിൽ സമ്പൂർണമായ സമർപ്പണത്തോടെ യാഗം കംപ്ലീറ്റ് ആയപ്പോൾ അതിന് നമുക്കൊരു ശാസ്ത്രീയമായ ഒരു ഉദാഹരണം പറയാം. ക്രിസ്തു ക്രൂശിൽ അനുഷ്ഠിച്ചത് ഒരു ആന്റിബയോട്ടിക് ചികിത്സ പോലെ ഇമ്മ്യൂണിറ്റി തരികയാണ് സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും. ഒരിക്കല് ഒരു റാബീസ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടി വിഷം, പേപ്പട്ടി അടിച്ച ഒരു മനുഷ്യൻ മരിക്കുന്നത് ഒരു അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റ് കൂട്ടുകാരന്റെ മരണം കണ്ട് അതീവ ദുഃഖിതൻ. അവസാന നിമിഷം പറഞ്ഞു, കൂട്ടുകാരാ, നീ ഒരു കഠിനാധ്വാനിയായ സയന്റിസ്റ്റാണ്, ഞാൻ അനുഭവിക്കുന്ന വ്യത നേരിടാനുള്ളൊരു മരുന്ന് സമൂഹത്തിന് വേണ്ടി എനിക്ക് കണ്ടുപിടിക്കാനാവും. അന്ന് പോലെ ഫ്ലെമിംഗ് ഇതിന്റെ പിന്നാലെ ഈ പേ വിഷം ബാധിച്ച ആളിനുണ്ടാകുന്ന ഫീലിംഗ് ആണ് ഹൈഡ്രോഫോബിയ. വെള്ളം കണ്ട പിടിക്കാൻ പറ്റില്ല. ഈ നെർവസിനെ മുഴുവൻ അത് ബാധിക്കും. തലച്ചോറിലേക്കാണ് പ്രസരണം. ഇതൊക്കെ നമുക്കറിയാം. ഇദ്ദേഹം പരീക്ഷണശാലയിൽ കുട്ടികളുമായിട്ട് വന്നിട്ട് ഈ വിഷം ബാധിച്ച ആടിന്റെ ബ്ലഡ് എടുത്തിട്ട് ഒരു കുതിരയിൽ കുത്തി. കുതിര 2-3 ദിവസത്തിനുള്ളിൽ ഈ പേയുടെ ചേഷ്ടകൾ കാട്ടി നുരയും പതയും ഒന്നിപ്പിച്ച് അത് വെള്ളം കുടിക്കാതെ ഹൈഡ്രോഫോബിയ കൊടുക്കാതെ ചത്തു. 2-3 കുതിരകളിൽ വ്യത്യസ്ത അളവിൽ പ്രയോഗിക്കും. അതൊക്കെ ഇതുപോലെ തന്നെ ചത്തു.
ഒരു കുതിരയിൽ മാത്രം കുറഞ്ഞ ഡോസിൽ അല്പം വിഷം അതിനങ്ങോട്ട് പിറ്റേന്നാൾ അല്പം കൂടെ കൂട്ടി വ്യത്യാസം. അങ്ങനെ പലവട്ടം കൂട്ടി ഒരു നിർണായക ദിവസത്തിൽ, കാരണം മറ്റു കുതിരകൾ ചത്ത അളവിലേക്ക് കയറുന്ന അത് കുത്തി അതിനൊന്നുമില്ല. അത് വീട്ടിൽ നിന്ന് ഓടുന്നു. മറ്റേ കുതിരകൾ ചത്ത അത്ര അളവെത്തി. അടുത്ത ദിവസം കട്ടിയാണ്. ഇപ്പോൾ വരെ കൊടുത്തതിന്റെ ഇരട്ടി കൊടുക്കാൻ കുത്തി. അത് വീണ്ടും ക്ഷീണമൊക്കെ കാട്ടിയെങ്കിൽ, ഒരു ദിവസം വെള്ളം കുടിക്കാതിരുന്നെങ്കിൽ പിന്നെ പഴവത് പുലമിങ്ങി ആഹ്ലാദലിപ്തനായി കൈയടിച്ചു. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും പിടിയിട്ടില്ല. പ്രൊഫസർ എന്താ ചെയ്തു? അദ്ദേഹം പറഞ്ഞു, നാളെ അതീവ ഗൗരവമുള്ള ദിവസമാണ്, ഇതുവരെ കൊടുത്തതിന്റെ 10 മടങ്ങടി കൂട്ടി കൊടുത്തു. കുതിര വീണു, കണ്ണൊക്കെ തള്ളി, മുരയും പതയും, മരണത്തോട് പോരാടുന്നു. അദ്ദേഹം പറഞ്ഞു, നിരീക്ഷിക്കണം, എപ്പോഴും നിരീക്ഷിക്കണം. കുതിര ചാകുന്നില്ല. മരണത്തോളം എത്തുന്നു. അതിന്റെ ശരീരത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു. ഒഴുകി വരുന്ന വെള്ളം ശരീരത്തിൽ വീട്ട് അതിങ്ങനെ നാവുകൊണ്ട് നക്കി കുടിക്കുന്നതാണ്. പ്രേമി പറഞ്ഞു, ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി. വെള്ളം കുടിച്ചു, തീറ്റയെടുത്തു. അതിന് വേണ്ട പരിചരണമെല്ലാം നൽകിയപ്പോൾ ഓടാൻ തുടങ്ങി. പ്രേമിഞ്ഞ് കുട്ടികളോട് പറഞ്ഞു, ഈ കുതിര സംഭവിച്ചത് ഇത്രയും വിഷം കൊടുത്ത് ചാകാതെ വന്നതിന്റെ കാര്യം ആർജിത പ്രതിരോധശീലി. നീ വിഷം കിട്ടുമെന്ന് അടിച്ചാലേക്കുകയല്ല. കാരണം അതിനും വലിയൊരു പ്രതിരോധം ബോഡിയിലുണ്ടായി. അതിനെ കൊല്ലണം, അതിന്റെ രക്തം എടുക്കണം, വാക്സിൻ വികസിപ്പിക്കണം, മനുഷ്യർക്ക് അഡ്വാൻസ് ആയിട്ട് കുത്തണം, അതിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കണം. കിട്ടിയോ? മനസ്സിലായോ? ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സ്ഥലം കാൽവരി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. ആ വാക്സിൻ നമുക്ക് തരുന്നതുകൊണ്ടേ പ്രതിരോധം റെഡിയായി. ആ രക്തത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു ഇമ്മ്യൂണിറ്റിയാ നമ്മുടെ ശരീരത്തിലുള്ളത്. അത് എന്തിനു വേണ്ടിയാന്നുള്ളത് അറിയണ്ടേ? കുതിരയ്ക്ക് കുതിരയായിട്ട് ജീവിക്കാനല്ലതേ, മറ്റൊരു ശരീരം ഉണ്ടാകുവാനുള്ള ശരീരത്തിന്റെ പ്രതിരോധത്തിന് ക്രിസ്തുവിന്റെ രക്തം നമുക്ക് പര്യാപ്തമായി തീർന്നു. ആ രക്തത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് സംജാതമായി. ആ വീണ്ടെടുക്കപ്പെട്ടവന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമാകും. അടുത്തത് ഒരു മിനിറ്റ്. ഈ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശവകുടീരമായിരുന്നു ഈജിപ്തിൽ ടൂട്ടാങ്കമൻ എന്നൊരു ചക്രവർത്തി 18-ാം വയസ്സിൽ മരിച്ചു. ടൂട്ടാങ്കമനെ പറ്റി ഒത്തിരി ഉണ്ട്, ഞാൻ പിന്നെ പറയാം, രസകരമാണ്. ഇയാളുടെ ശവകുടീരം പരിശോധിച്ചപ്പോൾ ധാരാളം വസ്തുക്കളും രത്നങ്ങളും ആഭരണങ്ങളും വാളുകളും ഒക്കെ കിട്ടി. അപ്പൊ ഈജിപ്തുകാർ മരിച്ചാൽ ഈ പഴവർഗ്ഗങ്ങൾ സംസ്കരിച്ച് ഉണക്കിടും. കാരണം മരണാനന്തര ജീവിതത്തിൽ പഴം രാജാവിനെ വേണമെങ്കിൽ. അത് മാത്രമല്ല, ഭാര്യയും ഈ സേനാനായകനെയൊക്കെ കൊന്നു കൂടെ. കാരണം അവര് മനസ്സിലാക്കുന്നത് ആള് മരിച്ചിട്ടില്ല, വേറെ ലോകത്ത് പോയിരുന്നു. അപ്പൊ അവിടെ പരിഹാരമൊക്കെ വേണമെങ്കിൽ സൈന്യാധിപനെല്ലാം കൊന്നു കൂടെ. ഇങ്ങനെയാണ് ചവടം. ഇവിടെ ഒരു ബോട്ടിലിനകത്ത്, ഒരു ഭരണിക്കകത്ത് കുറെ പയർമണി കൂടെ വെച്ചതാണ്. ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ഒരു കൗതുകത്തിൽ ഇത് ശേഖരിച്ചുകൊണ്ട് വന്നു. പരിരക്ഷ ഇത് കുഴിച്ചിട്ട പയർമണി 5000 വർഷം പഴക്കമുണ്ട്. ക്രിസ്തുവിന് 2500 കൊല്ലം മുമ്പുള്ള സാധനം. പിരമിഡുകൾ കഥാപ്രധാനം. കർത്താവിന് 2000-2500 വർഷം പഴക്കമുള്ള ഈ പയർമണി കേടുകൂടാതെ എടുത്ത് കുഴിച്ചിട്ടപ്പോൾ ഈ ഇരട്ടി കരുത്തോടെ എടുത്തു. എന്താ പറഞ്ഞാൽ നല്ലേ? നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ
ശ്മശാനങ്ങളിൽ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുക. ഉണ്ടാകുവാനുള്ള ശരീരമല്ല, നശിച്ചു മണ്ണോട് ചേരേണ്ട ഒരു ശരീരം. അവൻ നമുക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ഒരുക്കിയ ശരീരത്തിൽ രൂപാന്തര ശരീരികളായി തേസ്കരിക്കപ്പെട്ടവരായി ഇത്തരത്തിലുണ്ടാവും. ആ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, അത് അപാരമായ നിഗൂഢ ജ്ഞാനങ്ങളുടെ തെളിവാ. മറുരൂപമലങ്ങി നിൽക്കുന്ന പത്രോസ് പറയുക, 3 കുടില്, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, മോശയ്ക്ക്. ബേസയിദ കടൽക്കരയിലെ അക്ഷരാഭ്യാസം ഇല്ലാത്ത പത്രോസ് എങ്ങനെ 1500 കൊല്ലം മുമ്പ് മരിച്ച മോശയെ കണ്ടപ്പോ മനസ്സിലായി. ആ ദൈവസാന്നിധ്യ കർത്താവ് തെളിയിക്കുക അനന്തമായൊരു ജ്ഞാനത്തിന്റെ സ്രോതസ്സായിട്ടായിരിക്കും നമ്മളെ ചെല്ലുന്നത്. ഈ മറ്റൊരു പ്രത്യേകത, ദൂതതുല്യരാകുമ്പോൾ നമ്മളൊക്കെ ഉയർത്തു എന്ന് ഉമ്മനാട്ടുകാരും വിശ്വസിക്കുകയില്ല. ആ എരിയവിൽ കുറെ മനുഷ്യണ്ട, അപ്പൊ അവിടെ കുട്ടിക്കിടക്കുക, ഒന്നും ആരില്ലെന്ന് പറയും. എന്താ കാര്യം? നമ്മൾ കർത്താവിനോട് പോയി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ബേക്കറിക്കാരൻ പറയും, ഇതൊക്കെ ചുമ്മാ പറയുന്നു. പറഞ്ഞു തീരെ നമ്മളെ കുമ്പനാട്ട് കാണും. ഇതല്ല, ഈ രൂപത്തിൽ കാണും. എന്താ കാര്യം? ഇങ്ങനെ ദൂതന്മാർ അബ്രാമിന്റെ വീട്ടിൽ മനസ്സിലായില്ലേ? പറഞ്ഞു തീരുക ഇയാളിന് അമേരിക്ക കാണും. സമയം ബാധിക്കാത്ത, സ്ഥലം ബാധിക്കാത്ത, പദാർത്ഥം ബാധിക്കാത്ത ഒരു നിത്യതയിൽ ശരീരം. എത്ര ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്കാണ് ഈ പുസ്തകം നമ്മെ നയിക്കുന്ന ഓർത്ത് നോക്കിക്കുക. ഹല്ലേലൂയ. ഇതിനൊക്കെ വേണ്ടിയാ കൊട്ടുന്നത്, ഇതിനൊക്കെ വേണ്ടിയാ പാടുന്നത്, ഇതിനൊക്കെ വേണ്ടിയാ ആനന്ദിക്കുന്നത്. കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു മനോഹര ശരീരധാരികളായി നമ്മൾ നിത്യതയിലുണ്ടാകും. ഈ പ്രത്യാശ നമുക്ക് കൂടുതൽ കരുത്തും ഉന്മേഷവും ധൈര്യം തരട്ടെ.